गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഓം ഇവിടെ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ 5-ാം അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകമാണ് ഇന്നലെ ശ്രദ്ധിക്കാൻ ആരംഭിച്ചത്. ബാഹ്യസ്പർശേഷു അസക്താത്മാ ആത്മനി യത് സുഖം വിന്ദതി. ബ്രഹ്മയോഗയുക്താത്മാ സഹ അക്ഷയം സുഖമശ്നുതേ. എൻ്റെ സാമാന്യ അർത്ഥം ഇന്നലെ പറഞ്ഞു, അല്പം കൂടി വിസ്തരിക്കാം. എല്ലാ ജീവജാലങ്ങളുടെ എല്ലാ പ്രവൃത്തികളും സുഖത്തിനായിക്കൊണ്ടാണ്. സുഖം വേണം, സുഖം വേണമെന്ന ഇച്ഛയോടുകൂടിയാണ്. ദുഃഖനിവൃത്തി, സുഖപ്രാപ്തി, ഇതാണ് എല്ലാം ലക്ഷ്യമാക്കുന്നത്. അതിന് നമ്മൾ ഇന്നിന്ന വിഷയങ്ങളെ പ്രാപിച്ചാൽ സുഖാവും എന്ന സങ്കല്പത്തോടുകൂടി പലതിൻ്റെ പിന്നാലെ പോകുന്നു, പലതിനെ പ്രാപിക്കുന്നു. തീർച്ചയായിട്ടും സുഖം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സുഖങ്ങളൊക്കെ തന്നെ താത്കാലികങ്ങളാണ്, ഹ്രസ്വങ്ങളാണ്. ഭഗവത്ഗീതയിൽ തന്നെ 2-ാം അധ്യായത്തിൽ പറഞ്ഞ പ്രകാരം ആഗമാപായിനഃ, വന്നു പോകുന്നവയാണ് എന്ന് മാത്രമല്ല, ബാഹ്യ വിഷയങ്ങളുടെ അപേക്ഷയിലുള്ളതാണ്. ആ വിഷയത്തിൻ്റെ ലബ്ധിയിൽ സുഖമുണ്ടാവും, അലബ്ധിയിൽ സുഖമുണ്ടാവില്ല. ഇനി ലബ്ധിയിൽ എപ്പോഴും സുഖം ഉണ്ടാവുന്നില്ല. ഒരു പരിധിവരെ മാത്രമാണ് വിഷയം സുഖത്തെ തരുന്നത്. ഒരാൾക്ക് ഇഷ്ടമായിരിക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തിൻ്റെ അനുഭവത്തിൽ അയാൾക്ക് സുഖമുണ്ട്. എന്നാൽ ഒരു പരിധിയായാൽ ആ സുഖം സമാപിച്ചു. പിന്നെയും അത് ഉപഭോഗിക്കണമെന്ന് നിർബന്ധം വന്നാലോ, അവിടെ സുഖം ഇല്ലയെന്ന് മാത്രമല്ല, ദുഃഖമുണ്ട്. പിന്നെയും ഉപഭോഗിക്കാൻ അയാൾ നിർബന്ധിതനായാൽ ദുഃഖമുണ്ടെന്നല്ല, അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതിൻ്റെ ഉപഭോഗം. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ദിവസവും നമ്മൾ ഏതേത് വിഷയങ്ങളെ സമാശ്രയിക്കുന്നുണ്ടോ അതിനെ മനസ്സിൽ വെച്ച് ചിന്തിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാവും. അപ്പം ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് ജനിക്കുന്ന സുഖങ്ങളൊക്കെ തന്നെ ക്ഷയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബാഹ്യമായ വിഷയത്തിൻ്റെ പൂർണ്ണതയിൽ ഇനി അപ്പുറത്തേക്ക് ഒന്ന് നേടാനില്ല എന്ന തിരിച്ചറിവിൽ അപ്പോഴും മനുഷ്യൻ സുഖത്തിന് അന്വേഷിക്കുക. സുഖാന്വേഷണം ഒരിക്കലും ബാഹ്യ വിഷയങ്ങളെ കൊണ്ട് പൂർത്തിയാവുന്നില്ല. അതിനപ്പുറത്തെന്ത്, അങ്ങനെ അക്ഷയമായ, ഒരിക്കലും ക്ഷയിക്കാത്ത നിരപേക്ഷമായ സുഖത്തെ മനുഷ്യൻ അന്വേഷിക്കുന്നു. എന്താണ് ആ അന്വേഷണത്തിൻ്റെ പരിസമാപ്തി? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
ഏതെങ്കിലും ബാഹ്യ വിഷയഭോഗത്തിലൂടെ എനിക്ക് പൂർണ്ണ സുഖമായി എന്ന് ഇന്നേ വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് കാണാൻ കഴിയും. ഇന്ന് വരെ ആരും എനിക്ക് പൂർണ്ണമായ സുഖം വിഷയത്തിലൂടെ ലഭിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. സുഖമുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ ഇനിയും നേടണം, ഇനിയും നേടണം. ഇനിയും നേടണമെന്ന ഇച്ഛ ഉള്ള കാലത്തോളം നമ്മൾ ദരിദ്രരാണ്. എത്ര സമ്പത്ത് നമുക്കുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും ഇനിയും നേടണം എന്നുള്ള ഇച്ഛ ഉണ്ടെങ്കിൽ ദരിദ്രരാണ്. ഞാൻ സമ്പത്ത് പൂർണ്ണനായി, ഇനി ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല, ഈ കൃതകൃത്യത അത് സമ്പന്നതയാണ്. അത് മാത്രമേ സമ്പന്നതയുള്ളൂ. അപ്പൊ സമ്പന്നത, ദരിദ്രത എന്നത് ബാഹ്യമായ വിഷയാപേക്ഷയിലല്ല. ചിന്തിക്കുക. അക്ഷയമായ സുഖത്തിനായിക്കൊണ്ടുള്ള അന്വേഷണം നടത്തുന്ന മനുഷ്യന്റെ മുമ്പിൽ ഇതാ ഞാൻ നിരതിശയമായ സുഖത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് അനാദികാലമായി ഋഷീശ്വരന്മാർ വിളിച്ചു പറഞ്ഞു. കൃതകൃത്യതയുടെ പൂർണ്ണതയിൽ നാനവാപ്തം അവാപ്തവ്യം, ഞാൻ നേടാത്തതായിട്ടൊന്നുമില്ല, എനിക്കിനി നേടേണ്ടതൊന്നുമില്ല എന്ന് വിളിച്ചു പറഞ്ഞു. ആ ഒരു അക്ഷയമായ സുഖത്തിൻ്റെ, നിരപേക്ഷമായ സുഖത്തിൻ്റെ, അക്ഷയവും നിരപേക്ഷവുമായ സുഖത്തിന് നമ്മൾ പറയുന്ന ഒറ്റ വാക്കാണ് ആനന്ദം എന്ന്. ആനന്ദം നിരതിശയമായ സുഖം. ഈ നിരതിശയമായ സുഖത്തെ പ്രാപിക്കുന്നു, ഒരു സംശയവും ഇല്ല ഭാഷയിലോ. പ്രാപിക്കാം എന്നല്ല, പ്രാപിക്കുന്നു. ആര്? ബാഹ്യസ്പർശേഷു അസക്താത്മാ. ബാഹ്യസ്പർശങ്ങളിൽ, സ്പർശം എന്ന് പറഞ്ഞാൽ സ്പർശിക്കപ്പെടുന്നവ. ഇപ്പൊ കണ്ണിനാൽ സ്പർശിക്കപ്പെടുന്നത് രൂപം, ചെവിയാൽ സ്പർശിക്കപ്പെടുന്നത് ശബ്ദം. അങ്ങനെ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളാണ് സ്പർശങ്ങൾ. അപ്പൊ ബാഹ്യങ്ങളായ സ്പർശങ്ങൾ, പുറമേയുള്ള സ്പർശങ്ങൾ. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം തന്നെ പുറമേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപനിഷത്ത് തന്നെ നമ്മളോടത് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. പരാഞ്ചിഖാനി വിദൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ. അത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സ്വതവേയുള്ള നിർമ്മാണത്തിലുള്ള ഗുണവും ദോഷവുമാണ് അവിടെ പറഞ്ഞത്. പരാഞ്ചിഖാനി വിദൃണത് സ്വയംഭൂ, ഇതാണ് വസ്തുത. ഖാനി ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങൾ. പരാഞ്ചി വിതരണത്, പുറമേക്ക് സഞ്ചരിക്കുന്നതായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. ശരിക്കും വിതരണത് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നല്ല അർത്ഥം, നശിപ്പിച്ചു എന്നാ. പക്ഷെ അവിടെ താത്പര്യം സൃഷ്ടിച്ചു എന്നാ. ആ സൃഷ്ടിക്കലൊരു നശിപ്പിക്കല. ഇപ്പൊ പുറമേക്ക് സഞ്ചരിക്കുന്നതായി നമ്മുടെ മുഴുവൻ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിയാ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് തസ്മാത്, അതുകൊണ്ട് പരാങ് പശ്യതി, പുറമേയുള്ളതിനെ കാണുന്നു. പുറമുള്ളതിനെ കാണുന്നു എന്നുള്ളത് അവിടെ ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു, സ്പർശിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇതാണ് അതിൻ്റെ ഗുണം. ഇപ്പൊ നമ്മുടെ ഇന്ദ്രിയ വിഷയജ്ഞാന പ്രക്രിയയുടെ ഗുണം എന്താന്ന് ചോദിച്ചാൽ പുറമേ ഉള്ളതിനെ കാണുന്നു. തസ്മാത് പരാങ് പശ്യതി. എന്താ ദോഷം? നാന്തരാത്മൻ,
അന്തരാത്മാവിനെ കാണുന്നില്ല, കാണുന്നവനെ കാണുന്നില്ല, കേൾക്കുന്നവനെ കേൾക്കുന്നില്ല, രുചിക്കുന്നവനെ രുചിക്കുന്നില്ല, മണക്കുന്നവനെ മണക്കുന്നില്ല, സ്പർശിക്കുന്നവനെ സ്പർശിക്കുന്നില്ല. ഇതാണ് വസ്തുത. ഇതാണ് ഇന്ദ്രിയങ്ങളുടെ ഗുണവും ദോഷവും. ഈ ലോകസാമാന്യമായ രീതിയെ പറഞ്ഞ ശേഷം ഉപനിഷത്ത് പറയുകയാണ്, കശ്ചിത് ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത്. കശ്ചിത് ധീരഃ, കശ്ചിത് ഏതോരാൾ, അനേക സഹസ്രങ്ങളിൽ ഒരാൾ, അനേകായിരം പേരിൽ ഒരാൾ, കശ്ചിത് ധീരഃ. പക്ഷെ അയാൾക്കൊരു വിശേഷമുണ്ട്. എന്താ വിശേഷം? ധീരഃ, ധീരനാണ്. ധീരൻ എന്നുള്ള ശബ്ദം നമ്മൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു ശബ്ദമാണ്. വിശേഷിച്ചും വർത്തമാനകാല സമൂഹത്തിൽ ധീരൻ എന്നുള്ള ശബ്ദം വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ തെറ്റിദ്ധാരണ കൊണ്ട് ആയിരക്കണക്കിന് യുവത്വങ്ങൾ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. കാരണം എന്തോ അവിവേകം ചെയ്യുന്നതാണ്, എന്തോ സാഹസികതയാണ് ധീരത എന്ന് നമ്മൾ ചിന്തിച്ച് വശാവുകയാണ്. ഇടയ്ക്കിടെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും. ഓടുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ സെൽഫി എടുക്കാൻ നിൽക്കുന്നു. അപ്പോൾ കുതിച്ചു പാഞ്ഞു വരികയാണ് ട്രെയിൻ, അപ്പോഴാണ് സെൽഫി എടുക്കാൻ നിൽക്കുന്നത്. അവൻ്റെ സെൽഫി കൊടുത്ത് ട്രെയിന് പോകും. ചിന്തിച്ചു നോക്കൂ. അല്ലെങ്കിൽ മൃഗശാലയിൽ കരടീൻ്റെ കൂടെ സെൽഫി എടുക്കാൻ നിൽക്കുകയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന എന്തോ അവിവേകമാണ്, സാഹസികതയാണ് ധീരത എന്ന് തെറ്റിദ്ധരിക്കുന്നതിൻ്റെ ഫലമാണത്. നമ്മൾ തന്നെ ഇവിടെ പല വാഹനങ്ങളുടെയും ഒക്കെ ബാക്കിൽ ഗ്ലാസ്സിലൊക്കെ എഴുതി വെച്ച ശകലങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അങ്ങനെ മിക്കവാറും പ്രൈവറ്റ് ബസ്സുകളുടെ ഒക്കെ ബാക്കിൽ എഴുതി വെച്ചൊന്ന് വായിച്ചു നോക്കൂ. കുതിച്ചു പായുന്നതാണ് കേമത്വം, മത്സരത്തിനുള്ള വേദിയാണ് റോഡ് എന്നൊക്കെയുള്ള തോന്നലുണ്ടാക്കും വിധമുള്ള വാക്കുകൾ ധാരാളം കാണാൻ പറ്റും. ഇതെല്ലാം സംഭവിക്കുന്നത്, അതിൻ്റെ ഫലമായിട്ട് അനിയന്ത്രിതമായ അപകടങ്ങൾ സംഭവിക്കുന്നത് ഈ തെറ്റിദ്ധാരണയുടെ ഫലമാണ്. സാഹസികതയല്ല ധീരത. സാഹസികത വേണ്ടെന്ന് പറഞ്ഞില്ല. അവിവേകമല്ല ധീരത. അവിവേകം വേണമെന്നും പറഞ്ഞില്ല. മനുഷ്യന് സാഹസികത വേണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെ അത് ധീരത എന്ന് പറയരുത്. ധീരത എന്ന് പറഞ്ഞാൽ ധിയം രാതി ഇതി ധീര. ബുദ്ധിയെ നിയന്ത്രിക്കുന്നതാരോ അവനാണ് ധീരൻ. വ്യക്തമാണ്. അപ്പൊ ആര് സ്വന്തം മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് സ്വാധീനത്തിൽ വെച്ചിരിക്കുന്നോ അയാളാണ് ധീരൻ. മനോനിയന്ത്രണമുള്ളവൻ, ഇന്ദ്രിയ നിയന്ത്രണമുള്ളവൻ, ബുദ്ധിയുടെ നിയന്ത്രണമുള്ളവൻ, അങ്ങനെയുള്ള കശ്ചിത് ധീരഃ, ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഏതോ ഒരു ധീരൻ പ്രത്യഗാത്മാനമൈക്ഷത്, ആത്മദർശനമുള്ളവനായി പ്രത്യേകാത്മാവിനെ കണ്ടു. ഇവിടെ കണ്ടു പറഞ്ഞാൽ അറിഞ്ഞു. ആര്? ഞാനെന്നറിഞ്ഞു. എങ്ങനെയാ സാധിച്ചത്? ആവൃത്ത ചക്ഷുഹു. ആവൃത്ത ചക്ഷുഹു എന്ന് പറഞ്ഞാൽ സ്വതവേ പുറത്തേക്ക് പോകുന്നതായ കണ്ണിനെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ചു. സ്വതവേ പുറത്തേക്ക് പോകുന്ന ചെവിയെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ചു. സ്വതവേ പുറത്തേക്ക് പോകുന്ന മൂക്കിനെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ചു. താല്പര്യം വിഷയങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമോടുന്ന സ്വാഭാവിക പ്രവൃത്തിയിൽ നിന്ന് അന്തർമുഖത്വം നേടി. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഈ ഒരു മന്ത്രത്തിന്റെ ഭാഷ്യം രചിക്കുന്ന സന്ദർഭത്തിൽ കശ്ചിത് നദ്യാഹ പ്രതിസ്രോത പ്രവർത്തനമിവ എന്ന് പറയുന്നുണ്ട്. ഗീതയിലല്ല, ആ ഉപനിഷത് മന്ത്രത്തിന്റെ ഭാഷ്യത്തിൽ.
നദിയുടെ പ്രതിസ്രോത പ്രവർത്തനം ചെയ്യുന്ന ഏതോ ഒരാൾ. എന്താ ഈ പ്രതിസ്രോത പ്രവർത്തനം ചെയ്യാന്ന് പറഞ്ഞ? സാധാരണ ശക്തമായി കൂലം കുത്തി ഒഴുകുന്ന പുഴയിൽ എങ്ങോട്ടാണോ പുഴയുടെ ഒഴുക്ക് അങ്ങോട്ടാണ് അതിലെ വസ്തുജാലങ്ങളും ജന്തുജാലങ്ങളും ജീവിജാലങ്ങളും ഒക്കെ സഞ്ചരിക്കണം. അതിൽ വീണ എല്ലാ വസ്തുവും. അതാണ് പതിവ്. ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് ഒഴുകിപ്പോവും. നമ്മളും ഒഴുക്കിലല്ലേ പെട്ടുപോകുന്നത്? ഒരു നിമിഷം മാറി ചിന്തിക്കുക. നമ്മളും ഒഴുക്കിൽ പെട്ടുപോകുന്നവരല്ലേ? ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ സൃഷ്ടിക്കുന്ന ഒഴുക്കിൽ നമ്മളും അറിയാതെ പെട്ടുപോകുന്നില്ലേ? ചിന്തിച്ചു നോക്കൂ. പരസ്യജാലങ്ങളിലൂടെ ഒഴുക്കുണ്ടാക്കുന്നവർ, ആ ഒഴുക്കിൽ പെടുന്ന സാമാന്യ ലോകം. അതാണ് ഇന്നത്തെ കാഴ്ച. എല്ലാ മേഖലകളിലും, ഒരു മേഖലയിലല്ല. ഒരിക്കലും നമ്മൾ ഒഴുക്കപ്പെട്ടവരാവരുത്. സമൂഹ മനസ്സിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോകുന്ന വ്യക്തിത്വം ഇല്ലാത്തവരാവരുത്. ചിന്തിക്കുക. ഇവിടെ പറയുന്നത് കശ്ചിത് നദ്യഃ പ്രതിസ്രോത പ്രവർത്തനം ഇവ. നദിയുടെ ഈ ഒഴുക്കിനനുസരിച്ച് പോകുന്ന ജനസാമാന്യത്തിൽ നിന്ന് ഭിന്നനായി തിരിച്ച് അതിൻ്റെ ഉദ്ഭവത്തിലേക്ക് നീങ്ങുന്ന ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം കുത്തിയൊഴുകുന്ന പുഴയുടെ എതിർദിശയിലേക്ക് നീന്തി സ്വന്തം ഉദ്ഭവസ്ഥാനത്തേക്ക് പോകുന്ന മത്സ്യങ്ങൾ. ചിന്തിക്കുക. അപ്പോ അവ ജീവിക്കുന്ന സമുദ്രത്തോട് ചേർന്ന് ഉപ്പ് കലർന്ന പ്രദേശത്ത് നിന്ന് യാത്ര ചെയ്ത് ആ നദിയുടെ ഉദ്ഭവസ്ഥാനത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ പോയി മുട്ടയിടുകയാണ്. അതോടുകൂടി അതിൻ്റെ ജീവിതം സാർത്ഥകമായി, സഫലമായി. അവിടെ മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്ന കുട്ടികൾ ഒഴുകി 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 സമുദ്രത്തിലേക്ക് എത്തി വീണ്ടും സ്വന്തം മൂലം അന്വേഷിച്ചു പോകുന്ന പോക്ക്. ഇത് കേവലം സൈമൺ മത്സ്യങ്ങളുടെ മാത്രം വിശേഷമല്ല. നദ്യാഹ പ്രതിസ്രോത പ്രവർത്തനം. എന്താണ് ഉദ്ഭവം? എന്താണ് എൻ്റെ സ്വരൂപം? എന്താണ് എൻ്റെ വാസ്തവികമായ സത്യം എന്നന്വേഷിച്ച് ഇന്ദ്രിയങ്ങൾ വഴി പുറത്തോട്ടൊഴുകുന്നത് നിർത്തി തന്നിലേക്ക് തിരിച്ചു വിടുക. ലളിതാ സഹസ്രനാമത്തില് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് രണ്ട് നാമങ്ങളുണ്ട്. രണ്ടും ഒരു നാമം തന്നെയാണ്. ഒരു നാമത്തിന്റെ രണ്ട് ഭാവങ്ങളാണ്. അന്തർമുഖ സമാരാധ്യ. ആര് തൻ്റെ മുഖങ്ങളെ അകത്തോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടോ അവർക്ക് സമാരാധ്യയാണ്. ആര് തൻ്റെ മുഖങ്ങളെ, ദ്വാരങ്ങളെ പുറത്തോട്ട് ഒഴുകാൻ വിടുന്നുണ്ടോ അവർക്ക് സുദുർലഭയാണ്. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് സ്വാധീനമാക്കി തന്നുള്ളിലേക്ക് തിരിക്കുന്നവർ. ബാഹ്യസ്പർശേഷു അസക്താത്മാ. ബാഹ്യസ്പർശങ്ങളിൽ അസക്തമായ വ്യക്തിത്വത്തോടൊത്തയാൾ, അന്ധകരണത്തോടൊത്തയാൾ. എല്ലാം വരുന്നു പോകുന്നു, വന്നോളൂ ഇരുന്നോളൂ പോവാ, ശരി സന്തോഷം, ഇത്രയുള്ളൂ. അല്ലാതെ അതിൻ്റെ പിന്നാലെ ആസക്തി പിടിച്ചോടുന്നില്ല. അങ്ങനെയുള്ള ആള് തന്നിൽ യാതൊരു സുഖത്തെ നേടുന്നുവോ ആത്മനി യത് സുഖം ബിന്ദതി. എത്ര കാലം നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും പുറത്തേക്കാണോ അത്രയും അകത്തേക്ക് അത് തിരിയുന്നില്ല. എപ്പോ അത് അകത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു അപ്പൊ പുറം അപ്രസക്തമാണ്. പുറമില്ലെന്നല്ല, പുറമുണ്ട്.
പുറം അപ്രസക്തമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് റെയിൽവേ ഗേറ്റുകൾ കുറഞ്ഞു വരികയാണ്. നല്ലത് തന്നെ, വിരോധമൊന്നുമില്ല, സന്തോഷമാണ്. ഒക്കെ റെയിൽവേ ഓവർബ്രിഡ്ജോ അണ്ടർപാസോ ഒക്കെ ആയി കഴിഞ്ഞു. എങ്കിലും റെയിൽവേ ഗേറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും നോക്കിയാൽ കാണാം, ഗേറ്റ് കീപ്പർ ട്രെയിൻ വരുന്ന സമയത്ത് പുറത്തോട്ട്, മുമ്പാണെങ്കിൽ അതിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കാണ്, ഇപ്പം എന്താണെന്ന് അറിയില്ല, അത് പുറത്തോട്ട് വെളിച്ചം പ്രസരിക്കുന്ന രീതിയിൽ പിടിച്ചു വയ്ക്കും. എൻജിൻ കടന്നു പോയി കഴിഞ്ഞാൽ ആ നിമിഷം അയാൾ അത് തിരിച്ചു പിടിക്കും. എൻജിൻ കടന്നു പോകുന്നത് വരെ പുറത്തോട്ട് വെളിച്ചം പ്രസരിക്കുന്നത് പോലെയാ നിൽക്കുക. എൻജിൻ കടന്നു കഴിഞ്ഞാൽ ഒട്ടനെ തിരിച്ച് തൻ്റെ ഭാഗത്തേക്ക് വെളിച്ചം പ്രസരിപ്പിക്കുന്ന രീതിയിൽ വയ്ക്കും. എന്തിനാ? എൻജിൻ ഡ്രൈവർക്ക് കാണണം, പൈലറ്റിന് കാണണം, ഇവിടെ ഗേറ്റ് കീപ്പർ ഉണ്ട്, ഗേറ്റ് കീപ്പർ നിൽക്കുകയാണ് ട്രെയിൻ ഗേറ്റ് പാസ് ചെയ്തിട്ടുള്ളതെന്ന്. എൻജിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കാണേണ്ട ആവശ്യമില്ല, പിന്നെ തിരിച്ചു പിടിക്കണം. കാരണം ബാക്കിലാണ് ഗാർഡ് ഉള്ളത്, ആ ട്രെയിനിൻ്റെ സംരക്ഷകൻ ബാക്കിലാണ്, അയാൾ കാണണം, അതിനാണ് തിരിച്ചു പിടിക്കുന്നത്. അപ്പൊ എത്ര പുറത്തേക്ക് പിടിക്കുന്നു അപ്പൊ തന്നെ പ്രകാശിപ്പിക്കുന്നില്ല, എവിടെ താൻ പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ടോ അപ്പൊ പുറം അപ്രസക്തമായി. ഇത്ര വേദാന്തം പഠിക്കാൻ പറ്റിയൊരു ദൃഷ്ടാന്തം വേറെ ഏതാ ഉള്ളത്? നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതായി ഇതൊക്കെ. ചിലരൊക്കെ ചോദിക്കും, വേദാന്തം പഠിക്കാൻ ഏത് പുസ്തക സ്വാമി പഠിക്കേണ്ടത്? ഒരു പുസ്തകവും പഠിക്കേണ്ട, ചുറ്റുപാട് തുറന്നു വെച്ചൊരു മഹാപുസ്തകമുണ്ട്, അതിനെ പഠിച്ചാൽ മതി. അതിനെ പഠിക്കാൻ എനിക്ക് കഴിവില്ല സ്വാമി. ജീവിതത്തിൽ നമുക്ക് നിത്യവും ഉണ്ടാവുന്ന അനുഭവങ്ങളെ വിലയിരുത്തിയാൽ മതി. തീർച്ചയായിട്ടും ഈ തുറന്നു വെച്ച മഹാപുസ്തകം വായിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടും. അത്ര വേദാന്തം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥവും ഇറങ്ങിയിട്ടില്ല, ഒട്ടിറങ്ങുകയില്ല, ഒരു സംശയം പറയുന്നതിനില്ല. അപ്പോൾ ബാഹ്യസ്പർശങ്ങളിൽ എപ്പോ നമ്മൾ അസക്തമാകുന്നു അതിൻ്റെ അർത്ഥം തന്നിൽ ശക്തമായെന്നാണ്. തന്നിൽ ശക്തമായാലോ ബാഹ്യസ്പർശങ്ങൾ അപ്രസക്തമായി. ഒരിടത്ത് വെച്ചിട്ട് ഒരാൾ സംശയം ചോദിച്ചു. മലയാളത്തിലല്ല പ്രഭാഷണം, ഇംഗ്ലീഷ് ഭാഷയിലാണ്. ആ സന്ദർഭത്തിലാണ്. ബാക്കിയെല്ലാം നമുക്ക് അനുവാദം ചെയ്ത് പറയാം. പക്ഷെ അയാൾ ചോദിച്ച വാക്ക് മാത്രം അനുവാദം ചെയ്യാൻ വയ്യ. അയാൾ ചോദിച്ചത് എങ്ങനെയാണ് നമുക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുക? ഇതാണ് ചോദ്യം. നമ്മളുടെ വായിൽ അപ്പം വന്ന മറുപടി ഡിറ്റാച്ച്ഡ് ആവാനുള്ള ഒറ്റ വഴി അറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണ്. വേറൊരു വഴിയില്ല. അറ്റാച്ച്മെന്റിലൂടെ മാത്രമേ ഡിറ്റാച്ച്മെന്റ് കിട്ടൂ. ഏതെങ്കിലും ഒരു ഉയർന്ന ആശയത്തോട്, വ്യക്തിയോട്, അധിഷ്ഠാനത്തോട്, അനുഭവത്തോട് നമ്മൾ അറ്റാച്ച്ഡ് ആവുമ്പോൾ മറ്റെല്ലാം താനേ ഡിറ്റാച്ച്ഡ് ആവും. ഈശ്വരനിലേക്ക്, സത്യത്തിലേക്ക് നമ്മൾ അറ്റാച്ച്മെന്റ് എത്ര കൂടുന്നുണ്ടോ അത്ര മറ്റെല്ലാത്തിൽ നിന്ന് സ്വാഭാവികമായി ഡിറ്റാച്ച്ഡ് ആവും. ഇതല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ ബാഹ്യസ്പർശങ്ങളിൽ അശക്തമാകുന്നു എന്ന് പറയുമ്പോൾ ആത്മനി ശക്തമായി. ആത്മനി ശക്തമായി എന്ന് പറഞ്ഞാൽ ബാഹ്യങ്ങളിൽ അനാസക്തമായി. വളരെ മനോഹരമായിട്ട് 2-ാം അധ്യായത്തില് യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമേ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹ് എന്ന് പറഞ്ഞിരിക്കുക. എല്ലാ ജീവജാലങ്ങൾക്കും എന്താണോ രാത്രി അത് സംയമിക്ക് പകലാണ്. സംയമിക്ക് യാതൊന്നാണോ രാത്രി അത് മറ്റുള്ളവർക്ക് പകലാണ്. ഇതെന്താ അപ്പൊ അതിൻ്റെ അർത്ഥം? രണ്ടു പേരുടെയും പ്രവൃത്തി വിഭിന്നമാണ്. അപ്പോ ബാഹ്യസ്പർശേഷു അസക്താത്മാ എന്ന് പറഞ്ഞാൽ
ആത്മനി ശക്തഃ ലഗ്നഃ യുക്തഃ എന്നർത്ഥം. അങ്ങനെയുള്ള ആള് യത് സുഖം വിന്ദതി. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ സാമാന്യമായി ചിന്തിക്കും, എനിക്ക് പുറമേ ഉള്ളതിനെ പ്രാപിക്കുമ്പോഴാണല്ലോ സുഖം, പുറമേ ഉള്ളതിനെ നേടുമ്പോഴാണല്ലോ സുഖം, അത് കിട്ടുമ്പോൾ സുഖം, ഇത് കിട്ടുമ്പോൾ സുഖം. അപ്പൊ ഈ ബാഹ്യ വിഷയങ്ങളിൽ അയാൾക്ക് താല്പര്യം ഇല്ലാച്ചാ അയാൾക്ക് ഒരു സുഖം ഉണ്ടാവില്ലല്ലോ എന്നൊരു ചിന്ത. കാരണം ഞാൻ സുഖം നേടുന്നത് പുറമേയുള്ള വിഷയത്തെ കിട്ടുമ്പോഴാണ്. അപ്പൊ അയാൾക്ക് ആ പുറമേയുള്ള വിഷയത്തിൽ ആസക്തി ഇല്ലാച്ചാൽ പാവം അയാൾക്ക് ഒരു സുഖം ഉണ്ടാവില്ലല്ലോ എന്നൊരു സന്ദേഹം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇല്ലേ? അങ്ങനെ സന്ദേഹം വരാം. എന്നോട് തന്നെ നേരിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഒരമ്മ ചോദിച്ചിട്ടുണ്ട്, അയ്യോ അപ്പൊ സ്വാമിക്ക് മദ്യപിക്കാൻ പാടില്ലല്ലോ എന്ന്. അവര് നിന്ദിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, അവർ കളിയാക്കാൻ ചോദിച്ചതല്ല, ഒരിക്കലുമല്ല. അവർ സ്നേഹപൂർവ്വം അവരുടെ ഹൃദയം തുറന്ന് ചോദിച്ചതാ. അപ്പൊ സ്വാമിക്ക് മദ്യപിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു പാടില്ല എന്നില്ല. ആര് പറഞ്ഞു പാടില്ല എന്നില്ലേ? ഇല്ല, ഞാൻ മദ്യപിക്കില്ല. പാടില്ല എന്നുള്ളത് കൊണ്ടല്ല ഞാൻ മദ്യപിക്കാത്ത. ഞാൻ മദ്യപിക്കില്ല അറിഞ്ഞുകൊണ്ട്. രണ്ടും രണ്ടാ. ഇത് നിങ്ങൾ വിചാരിക്കും എന്താ അവർ സ്വാമീനെ പരിഹസിക്കാൻ വേണ്ടി ചോദിച്ചതാണ് എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും. ഒരിക്കലും അല്ല. അമേരിക്കയിൽ വെച്ചിട്ടാണ് അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസർ, നമ്മൾ പലതും സംസാരിച്ചു. അപ്പോൾ പേരിൽ സ്വാമി എന്താന്ന് ചോദിച്ചു. സ്വാമി എന്നതാന്ന് പറഞ്ഞു കൊടുത്തു. അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഞങ്ങൾ വലിയ കൂട്ടായി. അപ്പോൾ അവർ പല വിഷയങ്ങൾ ചോദിച്ചു. വേദാന്തത്തെ പറ്റി ചോദിച്ചു, സന്യാസത്തെ പറ്റി ചോദിച്ചു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് വലിയ സങ്കടമായത്. ഈ പാവത്തിന് മദ്യപിക്കാൻ പോലും പാടില്ലല്ലോ. അതുകൊണ്ട് അവരൊരിക്കലും നിന്ദിച്ചതോ പരിഹസിച്ചതോ അല്ല. കാരണം അവരെ സംബന്ധിച്ച് ദിവസം കുറച്ച് മദ്യപിക്കുക എന്നൊക്കെ പറഞ്ഞാലേ സുഖമുള്ളൂ. അപ്പൊ അതില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ എന്ത് സുഖമുള്ളത്? ഈ ഒരു സംശയം വരാം. ആ സംശയം പ്രകടിപ്പിച്ചത്. അതിവിടെ അർജുനൻ പ്രകടിപ്പിച്ചില്ലെങ്കിലും അർജുനൻ ഉണ്ടാവും, നമുക്കുണ്ടാവും എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് പറയാണ് യത് സുഖം ആത്മനി വിന്ദതി. അയാൾ യാതൊരു സുഖത്തെ തന്നിൽ നേടുന്നുവോ. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച ദൃഷ്ടാന്തം തുടർന്ന് പറഞ്ഞാൽ, കണ്ണാടിയിലെ പ്രതിരൂപമല്ലാതെ തന്നെ കാണാൻ കഴിയുന്ന ആള്, വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിച്ചു വരുന്ന സുഖമല്ലാതെ ആത്മാനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്ന ആള്. എന്തായിരിക്കും? ശ്രീധാരണ ഗുരുദേവൻ പരയുടെ പാല് നുകർന്ന എന്ന് അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. യത് സുഖം വിന്ദതി. യാതൊരു സുഖത്തെ നേടുന്നുവോ. അപ്പൊ സ്വരൂപഭൂതമായ സുഖമാണ്, അതിനെ പുറമേന്ന് നേടുന്നതല്ല. ഈ സുഖം വിന്ദതി എന്ന് പറഞ്ഞുകൊണ്ട്, നേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറമേന്ന് നേടുക എന്ന് വിചാരിക്കരുത്. അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, അത് തന്നെയായിരുന്നു നമ്മുടെ സ്വരൂപം. സദാ സ്വരൂപം ആനന്ദമാ. പക്ഷെ അറിഞ്ഞില്ല, അറിയാതെ പോയി. ഇപ്പൊ അറിഞ്ഞു. അറിഞ്ഞപ്പോ നേടി. യത് സുഖം വിന്ദതി സഹ ബ്രഹ്മയോഗയുക്താത്മാ. ആ ബ്രഹ്മയോഗയുക്താത്മാവ്, പരമാനന്ദ സ്വരൂപമാണ് താൻ, സച്ചിദാനന്ദ പരിപൂർണനാണ് താൻ എന്ന ബോധത്തിൽ ഉറച്ചാള്. ചിന്തിക്കുക, എന്താണ് അയാളുടെ ഫലം? അങ്ങനെയുള്ള വിജ്ഞാനി അക്ഷയം സുഖമശ്നുതേ. അക്ഷയമായ, ഒരിക്കലും ക്ഷയിക്കാത്ത, ദേശകാല പരിമിതികളില്ലാത്ത സുഖത്തെ നേടുന്നു.
ഇതിൽ പരം എന്താ നമുക്ക് വേണ്ടേ? എല്ലാവരും അന്വേഷിക്കുന്നത് ഇതല്ലേ? അക്ഷയമായ സുഖം നേടാനല്ലേ അന്വേഷിക്കുന്നേ? ഇത് അക്ഷയമായ സുഖം നേടുന്നു എന്നാ പറയുന്നത്. സംശയമില്ല ആ ഭാഷയിൽ. നേടാം എന്നല്ല, നേടാൻ സാധ്യതയുണ്ടെന്നല്ല, അക്ഷയമായ സുഖം നേടുന്നു. ശ്രദ്ധിക്കുക, നോക്കൂ. യേഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്തഃ കൗന്തേയ ന തേഷു രമതേ ബുധഃ. യേഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്തഃ കൗന്തേയ ന തേഷു രമതേ ബുധഃ. അവിടെ ചൊല്ലുന്ന സമയത്ത് ന തേഷു എന്ന് അകറ്റി തന്നെ പറയണം, ചേർത്ത് പോവരുത്. ചേർത്ത് പോയാൽ അർത്ഥം മാറിപ്പോവും. യേഹി സംസ്പർശജാഃ ഭോഗാഃ, സംസ്പർശജാഃ ഭോഗാഃ യേ, യാവയാണോ സംസ്പർശജങ്ങളായ ഭോഗങ്ങൾ. എന്ത് ഈ സംസ്പർശജാഃ ഭോഗാഃ? സംസ്പർശത്തിൽ നിന്നുണ്ടാവുന്ന ഭോഗങ്ങൾ, സമ്യക്കായ സ്പർശത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഭോഗം. ചെവിയും ശബ്ദവും തമ്മിലുള്ള സ്പർശം, കണ്ണും രൂപവും തമ്മിലുള്ള സ്പർശം, മൂക്കും ഗന്ധവും തമ്മിലുള്ള സ്പർശം, അങ്ങനെ ഇന്ദ്രിയവും അതത് വിഷയവും തമ്മിലുള്ള സ്പർശം. ആ സ്പർശത്തിൽ നിന്നുണ്ടാവുന്ന ഭോഗം, അതാണ് സംസ്പർശജമായ ഭോഗം, ബാഹ്യ വിഷയ ഭോഗം. ഇപ്പൊ സംസ്പർശജാഃ ഭോഗാഃ, സംസ്പർശത്തിൽ നിന്നുണ്ടാവുന്ന ഭോഗങ്ങൾ, ഇന്ദ്രിയ വിഷയ സ്പർശത്തിൽ നിന്നുണ്ടാവുന്ന ഭോഗങ്ങൾ, അതാണ് സാമാന്യമായ ലൗകിക ഭോഗങ്ങളെല്ലാം. ആ ഭോഗങ്ങളെ പറയാണ് യേഹി, യാവയാണോ, യാവയാണോ അങ്ങനെയുള്ള ഇന്ദ്രിയ വിഷയ സ്പർശത്തിൽ നിന്നുണ്ടാവുന്ന ഭോഗങ്ങൾ. എന്താണ് അവരുടെ സ്വഭാവം? പറയുന്നു ദുഃഖയോനയഃ, അവ ദുഃഖയോനികളാണ്, ദുഃഖത്തിന്റെ ഉദ്ഭവസ്ഥാനങ്ങളാണ്. യോനി ഉദ്ഭവസ്ഥാനം, ദുഃഖകാരണം. എന്താണ് അവയുടെ സ്വഭാവം? രണ്ടാമത് പറയുന്നു ആദ്യന്തവന്തഃ, ആദിയും അവസാനവും ഉള്ളവ. ഇപ്പൊ രണ്ട് വിശേഷണങ്ങളാണ് ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്. ബാഹ്യ വിഷയ സംസ്പർശത്തിൽ നിന്നുണ്ടാവുന്ന എല്ലാ ഭോഗങ്ങളും തന്നെ ഒന്ന് ദുഃഖയോനികളാണ്, ദുഃഖത്തിന്റെ ഉദ്ഭവസ്ഥാനങ്ങളാണ്. നേടാൻ ദുഃഖം, നിലനിർത്താൻ ദുഃഖം, വിട്ടുപോയാൽ ദുഃഖം. ആരെങ്കിലും തടസ്സം നിന്നാലോ ക്രോധം, ക്രോധത്തിൽ നിന്ന് ദുഃഖം. അതെ, ഏതൊരു വിഷയത്തെക്കുറിച്ചും സാമാന്യൻ എല്ലാവരും പറയാറുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാട്ടോ, ഇല്ലേ? പറയാറില്ല? ഇന്ന വിഷയമൊന്നുമില്ല, താൻ സുഖത്തിനാശ്രയിക്കുന്ന വിഷയം ഏതോ ആവട്ടെ, അതിനെ സംബന്ധിച്ച് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ദുഃഖിച്ച് നേടിയെടുത്തതാ. ശരി, നിലനിർത്താനോ?
നിലനിർത്താൻ അതിനേക്കാൾ ദുഃഖം, നേടാനുള്ളതിനേക്കാൾ ദുഃഖമാണ് നിലനിർത്താൻ. ശരി, നഷ്ടപ്പെട്ടാലോ? അത് അതിനേക്കാൾ ദുഃഖം. അപ്പൊ ഒന്ന് ദുഃഖയോനയ, ദുഃഖത്തിന്റെ ഉദ്ഭവസ്ഥാനങ്ങൾ, എല്ലാ ബാഹ്യ വിഷയങ്ങളും. നേടാൻ ദുഃഖം, നിലനിർത്താൻ ദുഃഖം, നഷ്ടപ്പെട്ടാൽ ദുഃഖം, ആരെങ്കിലും തടസ്സം നിന്നാൽ ക്രോധം, ആ ക്രോധത്തിന്റെ പരിണാമം ദുഃഖം. ചിലത് ചോദിക്കാറുണ്ട്, എനിക്ക് ദേഷ്യം പിടിച്ചാലുണ്ടല്ലോ എന്ന്. എന്താ മറുപടി? നിനക്ക് തന്നെ ദുഃഖവും, അല്ലാണ്ടെന്താ? അപ്പൊ എല്ലാ നിലയ്ക്കും ദുഃഖയോനികളായ രണ്ട് ആദ്യന്തവന്ത, ആദിയും അവസാനവുമുള്ളവയായ, എന്ത് നേടുന്നുണ്ടോ അതൊക്കെ നഷ്ടപ്പെടും. എന്ത് നേടുന്നുണ്ടോ അതൊക്കെ നഷ്ടപ്പെടും, അതിൽ സംശയമില്ലാത്തതാണ്. ഏതിനാദിയുണ്ടോ അതിനെല്ലാം അന്തമുണ്ട്, അന്തമില്ലാത്തൊരാദിയില്ല. ഇത് നമ്മളെപ്പോഴും ജീവിതത്തിൽ ഓർമ്മിക്കുക. പലപ്പോഴും നമ്മൾ മറന്നുപോകും. പലപ്പോഴും ഏതെങ്കിലും ചില ബാഹ്യങ്ങളായിരിക്കുന്ന ഐശ്വര്യങ്ങളുടെ സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഇതെല്ലാ കാലവും ഉണ്ടാവും എന്നൊക്കെ നമ്മളങ്ങ് സങ്കല്പിച്ചു പോകും. നിശ്ചയമായും അത് നാളെ ദുഃഖത്തിന് കാരണമാകും. അതുകൊണ്ട് വേദം തന്നെ പ്രിയം ത്വാം രോച്യതി എന്ന് പറയുന്നുണ്ട്. പ്രിയമായത് നിന്നെ കരയിപ്പിക്കും കേട്ടോ. എല്ലാത്തിനെയും ഒരു വഴിയോര കാഴ്ചയായിട്ട് കാണാൻ കഴിയുന്ന ആൾക്ക് അയാളെ ദുഃഖിപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഒരു ശക്തിക്കും കഴിയില്ല. അല്ലാതെ ഓരോ വിഷയത്തോട് കയറി സംഘം വന്ന് അതിനെ ചേർത്ത് ഇത് തന്നെ ഞാൻ, ഇതുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്നുള്ള താതാത്മ്യം വരുമ്പോൾ അത് ദുഃഖകാരണമായി മാറും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം, ഇതെല്ലാം ആദ്യന്തവന്ത. ഏത് സുഖാവസ്ഥ വന്നാലും ഓർമ്മിക്കുക, ഇത് ആദ്യന്തവന്ത. ഏത് ദുഃഖാവസ്ഥ വന്നാലും ഓർമ്മിക്കുക. കാരണം രണ്ടും പ്രശ്ന. സുഖാവസ്ഥ വന്നാൽ പ്രഹർഷം കൊണ്ട് നശിക്കും, ദുഃഖാവസ്ഥ വന്നാൽ വിഷാദം കൊണ്ട് നശിക്കും. രണ്ടും നാശം ഉറപ്പാ. ഇല്ലേ? ഹർഷവിഷാദങ്ങൾ രണ്ടും നാശകാരികളാണ്. രണ്ടും നമ്മുടെ സമതയെ നശിപ്പിക്കും. രണ്ടും നമ്മുടെ സമതയെ നശിപ്പിക്കും. സമത നശിച്ചു പറഞ്ഞാൽ വിഷമായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ജീവിതം? ചിന്തിക്കൂ. അപ്പോ ഒന്ന് ദുഃഖയോനയ, രണ്ട് ആദ്യന്തവന്ത. ഇതറിയുന്നത് കൊണ്ട് തേഷു അവയിൽ ബുധഃ വിവേകി നരമതേ രമിക്കുന്നില്ല. ഈ ബാഹ്യങ്ങളായ വിഷയങ്ങളുടെ പിന്നാലെ ഓടി അവയിൽ രമിക്കാൻ പോകുന്നില്ല വിവേകി. അയാൾക്കറിയാം ഇതെല്ലാം വന്നു പോകുന്നവയാണ്, ഇതെല്ലാം ദുഃഖയോനിയാണ്, ഇതിൻ്റെ അപേക്ഷയിലല്ല ഞാൻ നിലകൊള്ളുന്നത്. അയാൾ ഒരിക്കലും ഒരു വിഷയത്തിനും അടിമയാകുന്നില്ല. എന്നല്ല, അയാൾ അക്ഷയമായ സുഖത്തിൽ പ്രതിഷ്ഠിതനാണ്. അക്ഷയമായ സുഖം. ഇതാണ് 22-ാമത്തെ ശ്ലോകത്തിന്റെ സാമാന്യാർത്ഥം. നോക്കൂ. യേഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്തഃ കൗന്തേയ ന തേഷു രമതേ ബുധഃ. ഹേ കൗന്തേയ, ഹേ കുന്തിപുത്ര, ഹേ അർജുന. ഗീതയിൽ ഇടയ്ക്കിടെ അർജുനന്റെ പേര് വിളിച്ചിട്ടാണ് ഭഗവാൻ ഉപദേശിക്കുക. പേര് വിളിച്ച് ഉപദേശിക്കുമ്പോൾ അത് ശ്രദ്ധ ആകർഷിക്കാൻ ഏറ്റവും യുക്തമാണ്.
ശ്രദ്ധ ആകർഷിക്കാൻ ഏറ്റവും യുക്തമാണ്. അർജുനൻ ചോദിച്ചിട്ടാ ഭഗവാൻ പറയുന്നത്. അതൊക്കെ ശരിയാ. എന്നാലും മനുഷ്യനല്ലേ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചു പോവില്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇപ്പം അങ്ങനെ ഇരിക്കുക. അപ്പൊ അവിടുന്ന് ചില ശബ്ദങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് പോകും മനസ്സ്, ഇവിടുന്ന് ചില മണങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് പോകും മനസ്സ്, അങ്ങനെ ഒക്കെ ഉണ്ടാവും. ചില പൊരിക്കലിന്റെ മണമൊക്കെ വരുമ്പോൾ അതിന്റെ പിന്നാലെ മൂക്ക് പോവും. ഇല്ലേ? മൂക്കേ പോവുള്ളോ? അല്ല, മനസ്സും പോവും. നല്ല രൂപം ഇങ്ങോട്ട് വന്ന് നിന്ന് നോക്കിയാൽ മതി, അപ്പൊ രണ്ട് കണ്ണുമായിട്ട് പോവുകയായി. കണ്ണേ പോവുള്ളോ? അല്ല, മനസ്സും പോവും. അല്ലെങ്കിൽ അവിടുന്ന് എങ്ങാണ്ട് നല്ല പാട്ടോ വേറെ ഏതെങ്കിലും ഒരു ശബ്ദവിശേഷം വന്നാൽ മതി, അപ്പൊ ചെവി രണ്ടും പോവും, ചെവിയുടെ കൂടെ മനസ്സും പോവും. ഇങ്ങനെ മനുഷ്യ സഹജമായി ഇന്ദ്രിയങ്ങള്, മനസ്സ് നെട്ടോട്ടമോടും. ഇതാണ് ഒന്ന്. അതായത് ഒരു തത്വത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതിൽ നിന്ന് വിക്ഷേപം വരിക. ഇതാണ് ഒരു ദോഷം. മറ്റൊരു ദോഷം വരാവുന്നത് ലയം വരിക. ലയം വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടു കിട്ടുവാ, എന്തൊരു ഇങ്ങനെ കേട്ട് എന്താ സ്വാമി പറഞ്ഞത്, എന്തൊക്കെയോ പറഞ്ഞു, ഉറങ്ങിപ്പോയി. ഒരു മിനിറ്റ് ഉറങ്ങിപ്പോയി, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു അരമിനിറ്റ് ഉറങ്ങിപ്പോയി, അത് സംഭവിക്കാം. അപ്പൊ ബന്ധം വിട്ടു. ഇതാണ് ലയം സംഭവിക്കാം. അപ്പൊ ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പേര് പറഞ്ഞ്, സ്വന്തം പേര് വിളിച്ച് പറയുമ്പോൾ ആരായാലും ഒന്ന് എന്നോടാണല്ലോ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പേര് വിളിക്കുക, അത് ശ്രദ്ധ ആകർഷിക്കാൻ ഉചിതമാണ്. ഇവിടെ കൗന്ദേയോ കുന്തിപുത്ര എന്ന് വിളിച്ചു. ഓരോ ശ്ലോകത്തിലും അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിലും പല പല പേരുകൾ വിളിക്കുന്നുണ്ട്. നോക്കൂ, അതുകൊണ്ട് ബാഹ്യസ്പർശങ്ങളിൽ തീർത്തും ആസക്തിരഹിതമായി തന്നിൽ അക്ഷയമായ സുഖത്തെ നേടുന്ന ആള്, സംസ്പർശജങ്ങളായ ഭോഗങ്ങൾ ദുഃഖ യോനികളും ആദ്യന്തവത്തുക്കളുമാണെന്ന് അറിയുന്ന ആള് അവയിൽ രമിക്കുന്നില്ല. പിന്നെ അയാൾ എവിടെയാ രമിക്കണത്? അയാൾക്ക് രമ ഇല്ല എന്ന് പറയരുത്. അയാൾക്കാണ് ശരിയായ രതിയുള്ളത്, അയാളാണ് ആനന്ദിക്കുന്നത്. അത് തന്നിൽ തന്നാലുള്ള ആനന്ദമാണ്. ആത്മാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് അയാൾ ജീവിക്കുകയാണ്. ശ്രദ്ധിക്കുക, നോക്കൂ, ഇത് വിജ്ഞാനിയുടെ സഹജമായ സ്ഥിതിയാണ്. ആ സഹജമായ സ്ഥിതിയെ സാമാന്യ ലോകത്തിൽ ഏറെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. പിന്നെ എന്തിനാ പറയണത്? ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അതാട്ടുവോ എന്ന്. അതാണ് പരമമായ ആത്മാനന്ദത്തിന്റെ അവസ്ഥ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സമയത്തും ഭഗവാൻ വിസ്മരിക്കുന്നില്ല. എന്ത്? താൻ ആരോടാണ് സംസാരിക്കുന്നത്, ഏത് തലത്തിലാണ് സംസാരിക്കണതെന്ന് വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് അർജുനന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നീ ഈ അവസ്ഥയിലൊന്നും എത്തിയിട്ടില്ലെങ്കിൽ സാരമില്ല, നിനക്ക് ഇതിന്റെ വേഗമൊക്കെ ഒന്ന് സഹിക്കാൻ കഴിഞ്ഞാൽ മതി കിട്ടുവോ, ഇതൊക്കെ വേണ്ടോണെന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മതി കിട്ടുവോ. വിജ്ഞാനിക്ക് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, അയാൾ സ്വരൂപപ്രതിഷ്ഠനാണ്. സ്വരൂപപ്രതിഷ്ഠിതനായ ഒരാൾക്ക് ഒരു നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല. അയാൾ തന്നിൽ ആത്മാരാമനായി കഴിയുന്ന ആളാണ്. എന്നാൽ സാധകൻ അതല്ലല്ലോ. അതുകൊണ്ട് സാധകന്റെ തലത്തിൽ വന്ന് പറയുകയാണ്, നോക്കൂ, ശക്നോതി ഹൈവ യസോഢും പ്രാക്ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ നരഃ. ശക്നോതി ഹൈവ യഃ സോഢും. കുറച്ച് മഴ നനഞ്ഞപ്പോ ഒന്ന് കുറഞ്ഞോ? നേരത്തെ ശ്ലോകം നല്ലോണം അച്ചത്ത് ചൊല്ലിയല്ലോ, ഇപ്പൊ കുറഞ്ഞു. ശക്നോതി ഹൈവ യഃ സോഢും പ്രാക് ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം
സയുക്ത സസുഖീ നരഃ. അപ്പൊ വിജ്ഞാനിയുടെ സഹജാനന്ദത്തിൽ കഴിയുന്ന സർവ വിഷയങ്ങൾക്കും ഉപരിയുള്ള സ്ഥിതി പറഞ്ഞു. അയാളെ സംബന്ധിച്ചൊന്നും ഒരു വിഷയത്തെയും സഹിക്കാനും ഇല്ല, തള്ളാനും ഇല്ല, കൊള്ളാനും ഇല്ല. അയാൾ ആത്മാനന്ദത്തിൽ കഴിയുകയാണ്. എന്നാൽ സാധകനെ സംബന്ധിച്ച് ഇത് പറഞ്ഞിട്ട് പ്രയോജനം ഇല്ലല്ലോ. അതുകൊണ്ട് പറയുകയാണ്, ഇഹ ഇവിടെ, ഈ ലോകത്തിൽ, ഈ വിഷയങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ, ഈ മനുഷ്യലോകത്തിൽ, ഇഹ യഹ യാതൊരാൾ, യാതൊരാൾ എപ്പോ? ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ നിന്ന് ഇഹാന്ന് വ്യക്തമായി പറഞ്ഞു. എന്നാലും പറയുകയാണ്, ശരീരവിമോക്ഷണാത് പ്രാക്, ശരീരവിമോക്ഷണത്തിന് മുമ്പ്, ഈ ദേഹം വിട്ടു പോകുന്നതിന് മുമ്പ്, വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ, ഈ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ, പ്രാക് ശരീരവിമോക്ഷണാത്, കാമക്രോധോദ്ഭവം വേഗം സോഢും യഹ ശക്നോതി, കാമക്രോധോദ്ഭവമായ വേഗത്തെ സഹിക്കാൻ ആർക്ക് സാധിക്കുന്നുവോ? ഇവിടെ കാമക്രോധങ്ങളെ സഹിക്കാനല്ല പറഞ്ഞത്, കാമക്രോധങ്ങളിൽ നിന്ന് ജനിക്കുന്ന വേഗത്തെ സഹിക്കാനാണ്. ഇത് ആവർത്തിച്ച് പറയട്ടെ, ഇത് സിദ്ധനെ സംബന്ധിച്ച, നേരത്തെ പറഞ്ഞ ആത്മാരാമനെ സംബന്ധിച്ചതല്ല, മറിച്ച് സാധകനെ സംബന്ധിച്ചതാണ്. സാധനാമാർഗത്തിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് കാമമുണ്ട്, ക്രോധമുണ്ട്, എല്ലാം ഉണ്ട്, ഇല്ല എന്ന് പറയരുത്. എന്തെല്ലാം അന്തഃകരണത്തിന്റെ വൈകാരിക തലങ്ങളും ഭാവങ്ങളുമുണ്ടോ അതെല്ലാം സാധകനെ സംബന്ധിച്ചുണ്ട്. അധ്യാത്മശാസ്ത്രങ്ങളിൽ ശ്രദ്ധിക്കുക, അധ്യാത്മശാസ്ത്രങ്ങളിൽ സിദ്ധന്റെ സഹജമായ തലത്തെ വർണ്ണിക്കുന്നതൊക്കെയും സാധകന് മാർഗദർശനം എന്ന രീതിയിലാണ്. ഒന്നുകൂടി പറയാം, അധ്യാത്മശാസ്ത്രങ്ങളിൽ ഉടനീളം സിദ്ധന്റെ സ്വാഭാവികവും സഹജവുമായ സ്ഥിതിയെ വർണ്ണിക്കുന്നത് സാധകന് സാധനയായിട്ടാണ്. അല്പം കൂടി വ്യക്തമാക്കണമെന്ന് തോന്നുന്നു. ഒരാൾ പറയുകയാണ്, ഒരു വിജ്ഞാനിയായ മഹാപുരുഷന് ക്രോധമില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ വിജ്ഞാനിയായ മഹാപുരുഷനെ സംബന്ധിച്ച് ക്രോധമില്ല എന്നുള്ളത് സഹജസ്ഥിതിയാണ്. അയാൾക്കൊന്നും ചെയ്യേണ്ടതില്ല, അയാൾക്ക് ക്രോധമില്ല. അയാൾക്ക് ക്രോധത്തെ പിടിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാരണ ഒരാൾ ക്രുദ്ധനായി എന്ന് പറഞ്ഞാൽ ക്രോധം അയാളെ പിടിക്കുക ചെയ്യണത്. അയാൾ അടിമയും ക്രോധം ഉടമയുമാണ്. വിജ്ഞാനിക്ക് അസലായിട്ട് ക്രോധത്തെ പിടിക്കാൻ പറ്റും. അവിടെ താനാണ് ഉടമ, ക്രോധം അടിമയാണ്. അപ്പോ സഹജമായി സ്വാഭാവികമായിട്ട് അയാൾക്ക് ക്രോധമില്ല. ഇത് പറഞ്ഞതുകൊണ്ട് ഒരു സാധകന് പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ സാധകനെ സംബന്ധിച്ച് എന്ത് വേണം? അവൻ വിവേകത്തോടുകൂടി, പരിശ്രമത്തോടുകൂടി ക്രോധത്തെ ജയിക്കാൻ ശ്രമിക്കണം. ഇത് ഭഗവാൻ ഭാഷ്യകാരൻ ഭാഷ്യത്തിൽ ഒരിടത്ത് നമ്മളോട് പറഞ്ഞു തരും. സർവത്ര ഹി അധ്യാത്മശാസ്ത്രേഷു യാനി കൃതാർത്ഥ ലക്ഷണാനി താനി സാധനാനി ഉച്യന്തേ യത്നസാധ്യത്വാത് എന്ന്. സർവത്ര ഹി അധ്യാത്മശാസ്ത്രേഷു, അധ്യാത്മശാസ്ത്രങ്ങളിൽ ഉടനീളം, അത് ഗീതയെന്നോ ഉപനിഷത്തെന്നോ പ്രകരണ ഗ്രന്ഥങ്ങളെന്നോ ഒന്നും വ്യത്യാസമില്ല, ഉടനീളം യാനി കൃതാർത്ഥ ലക്ഷണാനി, കൃതാർത്ഥന്റെ ലക്ഷണങ്ങൾ യാവയാണോ
അവയെല്ലാം അവയെല്ലാം സാധനാനി, സാധനകളാണ്. എന്തുകൊണ്ട്? യത്നസാധ്യത്വാത്, പ്രയത്നിച്ചു നേടേണ്ടതാണെന്നതുകൊണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇന്ന് പലപ്പോഴും ആരിലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു മഹിമ കാണുന്നുണ്ടെങ്കിൽ ഉടനെ അയാളെ അവതാരമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. അത് ഇന്നത്തെ ലോകത്തിന്റെ വലിയൊരു രോഗമാണ്. ആരിലെങ്കിലും നമ്മൾ വിശേഷ മഹിമ കാണുന്നുണ്ടെങ്കിൽ ഉടനെ പ്രഖ്യാപനം കഴിയും, എന്ത്? അവതാരാണ്. പിന്നെ ആകെ ചർച്ച ചെയ്യേണ്ടത് വിഷ്ണുവിന്റെ അവതാരാണോ ശിവന്റെ അവതാരാണോ എന്ന് മാത്രമേ ഇപ്പൊ ചർച്ച ചെയ്യുള്ളൂ. നല്ല കാലത്തിന് ബ്രഹ്മാവിനെ ഒഴിവാക്കി നമ്മൾ. ബ്രഹ്മാവ് ഭാഗ്യശാലി. അത് ശിവന്റെ അവതാരാട്ടോ, ഉറപ്പാണ്. അത് വിഷ്ണുവിന്റെ അവതാരമാണ്. ഉടനെ പ്രഖ്യാപിക്കും. നിങ്ങൾ ആര് വേണമെങ്കിൽ പ്രഖ്യാപിച്ചോളൂ. എനിക്ക് പറയാനുള്ളത്, ഒരു കുന്നിന്റെ നെറുകയിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടാൽ ആകാശത്തുനിന്ന് പൊട്ടി വീണു എന്ന് വിശ്വസിക്കാനേ ഉള്ളതിനേക്കാൾ എനിക്ക് ഇഷ്ടം അയാൾ താഴേന്ന് കയറിപ്പോയി എന്ന് പറയാനാണ്. അയാൾ ആകാശത്ത് പൊട്ടി വീണതാണ് സ്വാമി, അയാൾ കുന്നിന്റെ മുകളിൽ നിൽക്കുകയാണെന്ന് വിശ്വസിക്കണവർ വിശ്വസിച്ചോളൂ. അതിനെ ഞാൻ എതിർക്കുന്നില്ല, ഒരിക്കലും എതിർക്കാൻ ഞാൻ ഉണ്ടാവില്ല. പക്ഷേ അയാൾ താഴെ നിന്ന് കഷ്ടപ്പെട്ട് വഴിയുണ്ടാക്കി കേറി അങ്ങനെ അവിടെ എത്തിയതാ. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന. ഹേ അർജുന, എനിക്ക് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു, നിനക്കും എന്ന് ഭഗവാൻ പറഞ്ഞാൽ പോലും നമ്മൾ സ്വീകരിക്കില്ല. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ. അനേക ജന്മങ്ങളുടെ ഒടുവിൽ ജ്ഞാനി എന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞാലും നമുക്കിഷ്ടാവില്ല. നമുക്ക് ഒട്ടനെ അവതാര പ്രഖ്യാപന ഇഷ്ടം. നമുക്കൊരു പണിയില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് പണിയുണ്ടേ. മറ്റേതാകുമ്പോൾ ജപിക്കണം, സ്വാധ്യായം ചെയ്യണം, വ്രതങ്ങൾ വേണം, ഉപവാസങ്ങൾ വേണം, കർമ്മയോഗം വേണം, അഷ്ടാംഗയോഗം വേണം, ഭക്തിയോഗം വേണം, സാധനാമാർഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. നേരെ മറിച്ച് അവതാരമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എളുപ്പം ഒരു കുറച്ച് ചന്ദനത്തിരിയും ഒരു വിളക്കും തിരിയും മതി, ഒരു പ്രശ്നമില്ല. എളുപ്പമായി, സംഗതി എളുപ്പമായി. പണിയൊന്നുമില്ല. അല്ല, അതിനൊരു സുഖം കിട്ടുമോ? സുഖമില്ല എന്നൊന്നും പറയണില്ല. അതും ആ വ്യക്തിക്കൊരു സമാധാനമോ ശാന്തിയോ കൊടുക്കും വെച്ചാൽ നല്ലത് തന്നെ. എല്ലാവർക്കും ഒരുപോലെ സാധനാമാർഗത്തിൽ സഞ്ചരിക്കാനൊക്കെ പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സർവത്ര ഹി അധ്യാത്മശാസ്ത്രേഷു യാനി കൃതാർത്ഥ ലക്ഷണാനി താനി സാധനാനി. എന്തുകൊണ്ട്? യത്നസാധ്യത്വാ. അതുകൊണ്ട് സാധകന് കാമമുണ്ട്, സാധകന് ക്രോധമുണ്ട്, സാധകന് അസൂയുണ്ട്. ഇത് അംഗീകരിക്കണം. ഇല്ല എന്ന് മറച്ചു വെച്ചിട്ട് പ്രയോജനമില്ല. മറച്ചു വെച്ചാൽ ഒരിക്കലും നമ്മളതിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്നിട്ട് എന്ത് വേണം? വിവേകം കൊണ്ട് അവ ഉണ്ടാക്കി തീർക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവ നമ്മളെ എത്രമാത്രം പരിമിതപ്പെടുത്തുന്നു എന്ന് പര്യാലോചിച്ചിട്ട് അതിനെ ജയിക്കാൻ പരിശ്രമിക്കണം. ആ ജയിക്കാൻ പരിശ്രമിക്കുന്ന സമയത്ത് കാമം, ക്രോധം തുടങ്ങിയവ തീർത്തും വിട്ടുപോവുക എന്നുള്ള അവസ്ഥ സാധകനുണ്ടാവില്ല. ആവർത്തിക്കുന്നു, കാമക്രോധാദി ശത്രുക്കളെ ജയിക്കാൻ പരിശ്രമിക്കുന്ന സമയത്ത് അവ വിട്ടുപോവുക എന്ന അവസ്ഥ സാധകനുണ്ടാവില്ല. പിന്നെന്തേ സാധിക്കൂ? അവയുടെ വേഗത്തെ തടുക്കാൻ കഴിയുക. അത് മതി ആദ്യം. അടുത്ത ഘട്ടത്തിൽ സൂക്ഷ്മമായ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരുമ്പോൾ അവയും വിട്ടുപോയിക്കോളും. ഈ വിഷയം 2-ാം അധ്യായത്തിൽ ഭഗവാൻ സ്പഷ്ടമായി നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട്.
വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ഹേ അർജുന, ഒരാള് വിഷയങ്ങളെ ആഹരിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ആ വിഷയങ്ങളില്ല. പക്ഷെ അതുകൊണ്ട് വിഷയത്തിലുള്ള രസമില്ല എന്ന് പറയരുത്. വിഷയത്തിലുള്ള രസം സൂക്ഷ്മമായ ആഭിമുഖ്യം ഉള്ളിലുണ്ട്. അത് സന്ദർഭം വരുമ്പം പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് പറഞ്ഞത് സാധനാതലത്തിൽ കാമക്രോധങ്ങൾ വിട്ടുപോവുക എന്ന അവസ്ഥയില്ല. അവ ബാഹ്യമായി പ്രകടമാകുന്നില്ലെങ്കിൽ പോലും രസരൂപത്തിൽ ഉള്ളിലുണ്ടാവും, സൂക്ഷ്മരൂപത്തിൽ ഉള്ളിലുണ്ടാവും, വാസനാരൂപത്തിൽ ഉള്ളിലുണ്ടാവും. പിന്നെ എപ്പോഴാ വാസനാരൂപമായത് പോകുന്നുള്ളൂ? രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. പരമമായ തത്വവിജ്ഞാനത്തിൽ ആ രസവും വിട്ടുപോകും. അപ്പോൾ സാധകനെ സംബന്ധിച്ച് കാമക്രോധങ്ങളുണ്ട്, ഈർഷ്യ, മതം, മാത്സര്യമൊക്കെ ഉണ്ട്, ഇല്ല പറയരുത്. ശത്രുക്കൾ ഉണ്ട് എന്ന് അംഗീകരിക്കണതാ നല്ലത്. എന്നാൽ കരുതലോടുകൂടി നമ്മൾ ജീവിക്കും. അപ്പൊ എന്ത് വേണം? അവ വേഗമായി രൂപപ്പെട്ടാൽ അപകടമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ കാമക്രോധോദ്ഭവം വേഗം. കാമക്രോധങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന വേഗത്തെ ആർക്ക് തടയാൻ കഴിയുമോ, സഹിക്കാൻ കഴിയുമോ? എന്താ ഈ വേഗം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജീവിതത്തിൽ പല വേഗങ്ങളുണ്ട്. ഇപ്പൊ വേഗത്തിനൊരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, ഒരു മുതിർന്ന ഒരാള് അനായാസേന അയാൾക്ക് എടുത്തു കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനൊരു 15 കിലോഗ്രാം അല്ലെങ്കിൽ 20 കിലോഗ്രാം തൂക്കം കൂട്ടിക്കോളൂ. അത്രയേ ഉള്ളൂ. സുഖമായിട്ട് എടുക്കാൻ പറ്റും. കുറച്ചൊന്ന് ക്ലേശിക്കണം, എന്നാലും എടുക്കാൻ പറ്റും. ആ 20 കിലോഗ്രാം ഉള്ള കുഞ്ഞിനെ അയാളൊരു ഊഞ്ഞാലിൽ ഇരുത്തി ആട്ടുകയാണ്. ഊഞ്ഞാലെന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഊഞ്ഞാലിൻ്റെ ഒരു കാലമാ ഇല്ലേ? തിരുവാതിര ആ സമയത്താ, ധനുമാസത്തിലാണ് ഊഞ്ഞാലിൻ്റെ ഏറ്റവും കേമായിട്ടുള്ള സന്ദർഭം. ഈ സന്ദർഭത്തിൽ ഊഞ്ഞാലാടി ആടി വൃക്ഷത്തിൻ്റെ ഇല പിടിച്ചു കൊണ്ടുവരിക, കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ ആട്ടക്കാര് ഇല കടിച്ചു കൊണ്ടുവരിക ഒക്കെ ചെയ്തത് ഓർമ്മിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓർമ്മിച്ചാൽ പോരാ, ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അത് പരിചയപ്പെടുത്തുകയും വേണം. അപ്പം അതിന് കുട്ടീനെ ഒന്ന് ഊഞ്ഞാല് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സമ്മതിക്കേണ്ട അച്ഛനമ്മമാര്. മണ്ണ് കളിക്കാൻ പോലും സമ്മതിക്കില്ല. ഒന്നും പറഞ്ഞിട്ട് അബദ്ധത്തിലേക്കൊന്നും പോണില്ല. ശരി, അതൊക്കെ ഇത് പറയുന്ന സമയത്ത് ചെറുപ്പത്തിൽ ഊഞ്ഞാലാടിയത് ഇങ്ങനെ ഓർമ്മിക്കുക. എന്താണ് ആട്ടത്തിൻ്റെ ഒരു പത്രാസ്? ഇല കടിച്ചു കൊണ്ടുവരിക, ഇതാണ് മാവിൻ്റെ മുകളിൽ പോയിട്ട്. അപ്പോൾ ആളെ പോസ് ഇങ്ങനെ ഉണ്ടാവും ഇല്ലേ? ഓർത്ത് വെക്കും. തല താഴത്തേക്കും കാല് മുകളിലേക്കും ആയിട്ടാണ് ഊഞ്ഞാല് പോണത്. ശരി, ഇങ്ങനെ ആ കുട്ടി ആടിയെന്ന് വിചാരിക്കുക. നേരത്തെ അനായാസേന താൻ എടുത്ത കുട്ടിയെ ഇപ്പൊ താൻ പോയി ഊഞ്ഞാല് പിടിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? ആടിച്ച് തെറിച്ച് താൻ വീഴും. അഥവാ ഊഞ്ഞാലായിട്ട് തൻ്റെ ദേഹത്ത് തട്ടിയാൽ എല്ലാം ഒടിയും, കഷ്ണങ്ങളാവും, ഒരു സംശയവും ഇല്ല. ഇതാണ് വേഗം. ക്രോധം പതുക്കെ പിടിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലായാൽ സന്തോഷം. പക്ഷെ ക്രോധം വേഗമായി കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരു കൊച്ചുമോൻ ആശ്രമത്തിൽ വന്നിട്ട്, എൻ്റെ അമ്മയെ കൊണ്ട് ഒരു നിവൃത്തിയില്ല സ്വാമി, എന്തൊരടി അടിക്കണത് അമ്മ, എപ്പോഴും അടി തന്നെയാണ്, എപ്പോഴും ദേഷ്യം പിടിച്ചടിക്കും. അമ്മയ്ക്ക് അച്ഛനോട് ദേഷ്യം പിടിച്ചാലും അടി ഞാനാ കൊള്ളേണ്ടത്, എന്നോട് ദേഷ്യം പിടിച്ചാലും എനിക്കാ കൊള്ളേണ്ടത്. എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ? ഞാൻ ഒരു കാര്യം ചെയ്തോളൂ, അമ്മയ്ക്ക് ദേഷ്യം അങ്ങനെ പിടിച്ചു വരുമ്പോൾ നിനക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലാവും. അപ്പം അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജപിച്ചാൽ മതി പറഞ്ഞു. വെറുതെ ഒരു പരീക്ഷണത്തിന് പറഞ്ഞു കൊടുത്താ. ചിലപ്പോൾ കുട്ടിക്ക് അധികം കൊണ്ടുവന്നും വരൂട്ടുവാ. പക്ഷെ പിന്നെ ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, അതിന് ശേഷം ഇന്ന് വരെ അമ്മ അടിച്ചിട്ടില്ല. വടി താനേ താഴെ വീഴൂത്രേ, അമ്മനെ ചിരിച്ചു പോകൂത്രേ. മന്ത്രത്തിൻ്റെ ഒരു ശക്തിയെ ഒന്ന് ആലോചിച്ച് നോക്കൂ.
കാരണം വേഗം രൂപപ്പെടുമ്പോഴത്തേക്ക് കുട്ടി ജപിക്കുകയായി. വേഗം രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ കാമത്തിന്റെ വേഗം, ക്രോധത്തിന്റെ വേഗം, ഈ രണ്ട് വേഗങ്ങളെ പറഞ്ഞതുകൊണ്ട് എല്ലാ വേഗങ്ങളും എന്ന് മനസ്സിലാക്കണം. വൈകാരികമായ എല്ലാ ഭാവങ്ങളും നമ്മളിൽ വേഗത്തെ ജനിപ്പിക്കുന്നു. ആ വേഗത്തെ ആർക്ക് തടയാൻ, സഹിക്കാൻ പറ്റുമോ? ഒന്ന് സഹിച്ചാൽ മതി, പ്രശ്നമില്ല. പിന്നെ പ്രശ്നമില്ല. ആ സഹിച്ച് തുടങ്ങുമ്പോഴേ പ്രശ്നമുള്ളൂ, പിന്നെ വേഗം പോവും. നമ്മളെന്താ ചെയ്യുക സാധാരണഗതിയിൽ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് വരിക എന്ന് വിചാരിച്ചോളൂ. ചിദാനന്ദപുരി സ്വാമി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് വരുന്നു. ഓ സ്വാമി ഒന്നുമില്ലേ, സന്തോഷമായി ഇരിക്കൂ കേട്ടോ എന്ന് പറഞ്ഞു. ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി തന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി തന്നു, എന്തെങ്കിലും ഒരു പലഹാരമൊക്കെ തന്നു. അത് ഇഷ്ടമുള്ള പലഹാരമായി പോയി കഷ്ടകാലത്തിനെന്ന് വിചാരിക്കുക. അപ്പോ എന്ത് സംഭവിക്കും? രണ്ടാമത് സ്വാമി നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ പോയാൽ ഇന്നത് കിട്ടുമല്ലോ, ഒന്ന് പോവാം. അപ്പോഴും നിങ്ങൾ സ്നേഹമായിട്ട് തന്നാലോ മൂന്നാമതും തോന്നും, നാലാമതും തോന്നും, പിന്നെ അഞ്ചാമത് അങ്ങോട്ട് വരാനായിട്ട് ആ നാട്ടിലേക്ക് വരും ഇല്ലേ? അതെ, ഉറപ്പാണ്. നേരെ മറിച്ച് 2 പ്രാവശ്യം ഉപേക്ഷിച്ചു നോക്കൂ. എന്താ സ്വാമിക്ക് വേറെ പണിയൊന്നുമില്ലേ, വലിയ തിരക്കുള്ള ആളാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നിരിക്കണം എന്താ എന്ന് 2 പ്രാവശ്യം ചോദിച്ചു വിചാരിച്ചോളൂ. അല്ല കട്ടൻ ചായ ഒന്നും ഇല്ലേ? ഒന്നുമില്ല സ്വാമി, കണ്ടായിരുന്നു, ഒന്നുമില്ല, ഒക്കെ തീർന്നു പോയി എന്ന് 2 പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ പിടിച്ചു വലിച്ചാൽ അങ്ങോട്ട് വരുമോ? അവിടെ പോയിട്ട് ഒന്നും കിട്ടില്ല കേട്ടോ പറയും. ഇതെന്തിനാ ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ കാമം അടുത്തുകൂടെ പോകുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് വരൂ വേണ്ടതൊക്കെ അതാന്ന് പറഞ്ഞു കൊടുക്കും. ക്രോധം അടുത്തുകൂടെ പോകുമ്പോൾ വരൂ പറഞ്ഞ് ക്ഷണിച്ച് അതിന് വേണ്ടതൊക്കെ കൊടുക്കും. അപ്പൊ അവർ വന്നുകൊണ്ടിരിക്കും. ഇതാ നമുക്ക് സംഭവിക്കണേ. ഇതാണ് നമുക്ക് സംഭവിക്കണേ. അതുകൊണ്ടാണ് ഭഗവാൻ പറയണത്, അവ വേഗമായി ഉരുത്തിരിയുന്നതിന് മുമ്പ് അവയെ പിടിക്കാൻ കഴിയണം. അത് സഹിക്കാൻ ആർക്ക് കഴിയുമോ സയുക്ത, അവൻ യുക്തനാണ്, അവൻ സമാഹിതനാണ്, അവനാണ് യോഗി. സുഖി, അവനാണ് സുഖി, അവൻ സുഖിയാണ്. കാരണം കാമക്രോധ വേഗത്തിന് വഴിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അന്ധകരണത്തിൽ വിക്ഷോഭത്തെ ഉണ്ടാക്കും. ആ വിക്ഷോഭം ദുഃഖകാരണമാകും. പറയരുതാത്തത് പറയും, ചെയ്യരുതാത്തത് ചെയ്യും, പിന്നെ ക്ലേശിക്കും, പിന്നെ അയാൾ അഭിമുഖീകരിക്കാൻ വയ്യ, ആകെ വിഷമാവും. അതുകൊണ്ട് ആർക്ക് കാമക്രോധോദ്ഭവമായ വേഗത്തെ സഹിക്കാൻ കഴിയുമോ അവരൊന്നും വന്ന് തട്ടി നോക്കും. ഒന്നുമില്ല, ഒരു ഭാവഭേദം ഇല്ലാന്ന് കണ്ട യവന്റെ അടുത്ത് നിന്നിട്ട് പ്രയോജനമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് അവരങ്ങ് പോവും. പിന്നെ അവരെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവില്ല. സസുഖി നരഹ. ഇതാണ് ഭഗവാൻ പറയുന്നത്. തുടർന്ന് നമുക്ക് നാളെ കൃത്യസമയത്തിന് ചിന്തിക്കാം. ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ ഭാരതത്തിൻ്റെ സ്ഥാനം അത്യുന്നതങ്ങളിൽ എത്തുകയാണല്ലോ. തീർച്ചയായിട്ടും. അഥവാ നാം ഓരോരുത്തരും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടവരാണല്ലോ. തീർച്ചയായിട്ടും. ഇത്തരുണത്തിൽ ഭാരതീയ വിജ്ഞാന വിശാരദന്മാർ വിഭാവനം ചെയ്യുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ ഉൾപ്പെടുത്താനും തന്മൂലം ഒരു വിജ്ഞാന യുക്തമായ പ്രാവർത്തിക ജ്ഞാനോത്സുക തലമുറയെ വാർത്തെടുക്കേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു. നമ്മുടെ എല്ലാം ഹൈന്ദവ കുടുംബങ്ങളിൽ ഇത്തരം വിശദ വിഭാവനകളെപ്പറ്റി പരിജ്ഞാനം വർദ്ധിപ്പിക്കേണ്ടുന്നതിനായി എന്ത് സംവിധാനമാണ് നിലവിലുള്ളത്? എങ്ങനെ സാമാന്യ ജനങ്ങളിലേക്ക് ഇത്തരം സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കാം എന്നതിനെക്കുറിച്ച് വിവരിക്കാമോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന്
എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മാനം വെച്ച് നോക്കിയാലും പലപ്പോഴും നമുക്ക് ഇപ്പോഴും ഭാരതം വികസിതമാണെന്ന് തിരിച്ചറിവില്ലാത്ത അവസ്ഥയില്ലേ എന്ന് വരെ സംശയമുണ്ട്. ലോകത്തിൽ ഇന്ന് ഭാരതം ഏത് മാനം വെച്ച് നോക്കിയാലും, അത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആവട്ടെ, ഇനി പർച്ചേസിങ് പവർ പാരിറ്റി ആവട്ടെ, ഇതൊക്കെയാണല്ലോ മാനദണ്ഡങ്ങൾ. ഏത് വെച്ച് നോക്കിയാലും ലോകത്തിൻ്റെ ഉന്നത സ്ഥിതിയിൽ തന്നെയാണ്. കയറ്റുമതിയിലാവട്ടെ, ഉത്പാദന മികവിലാവട്ടെ, എല്ലാത്തിലും. ഇപ്പൊ നമ്മൾ സാമ്പത്തികമായി കഴിഞ്ഞ വർഷം ബ്രിട്ടനെ പിന്തള്ളി 5-ാം സ്ഥാനത്തേക്ക് വന്നു. ഇതേ ഗ്രോത്ത് റേറ്റ് തുടർന്നാൽ ഒട്ടും വൈകാതെ നമ്മൾ 4-ാം സ്ഥാനത്തെത്തും. കുറച്ച് വർഷങ്ങൾ കാത്തു നിൽക്കേണ്ടി വരും 3-ാം സ്ഥാനത്തെത്താൻ. പക്ഷെ ഒരു സംശയമില്ലാതെ പറയാം, ഒരു 35 ഒക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ 3-ാം സ്ഥാനത്തെത്തും. ഇപ്പൊ തന്നെ ഫോറക്സ് നിക്ഷേപത്തിന്റെ വിഷയത്തിൽ ഭാരതം 3-ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. സൈനിക ശക്തിയിൽ 3-4 എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് ഭാരതത്തിന്റെ സ്ഥിതി. കയറ്റുമതി വർധനവിന്റെ നിലപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനും അടുത്തൊന്നും എത്താൻ കഴിയാത്ത വിധം ഭാരതം 1-ാം സ്ഥാനത്താണ്. കയറ്റുമതിയുടെ അളവല്ല, കയറ്റുമതിയുടെ അളവിൽ ലോകത്തിൽ 1-ാം സ്ഥാനമാണ് ഭാരതം എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ വിഡ്ഢിയാണ്, തെറ്റാണ് പറയുന്നത്. കയറ്റുമതി വർധന നിരക്ക്, എക്സ്പോർട്ട് ഗ്രോത്ത് റേറ്റ്, തൊട്ടടുത്ത് നിൽക്കുന്ന 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന കാനഡയുടെ ഏകദേശം ഇരട്ടിയാണ് ഭാരതത്തിന്റെ എക്സ്പോർട്ട് ഗ്രോത്ത് റേറ്റ്, 48%. ഈ അടുത്ത കാലം വരെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു 250 യൂണിവേഴ്സിറ്റികൾ റേറ്റിംഗ് ഉള്ളതിൽ ഒന്നുപോലും നമ്മുടെ രാഷ്ട്രത്തിൽ നിന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ ഒരു 250 യൂണിവേഴ്സിറ്റി എടുക്കുമ്പോഴത്തേക്ക് ഒരു 20 എണ്ണമെങ്കിലും ഭാരതത്തിൽ നിന്നായി കഴിഞ്ഞു. ഈ രീതിയിൽ എല്ലാ മേഖലയിലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ കൂടുതൽ ഭാരതത്തെ മുന്നിലേക്ക് ഉയർത്താനുള്ള പദ്ധതികൾ, ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി നടക്കുകയാണ്. (2036) കാലഘട്ടത്തിലെ ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടികളെ സ്പോർട്സിൽ വിശേഷമായി ട്രെയിൻ ചെയ്യുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, വിവിധ സംസ്ഥാനങ്ങളിൽ കൊച്ചു കുട്ടികളെ UP സ്കൂളിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രെയിൻ ചെയ്യുന്ന പദ്ധതി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഓരോ മേഖലയിലും ഈ ലോകത്തിനെ നയിക്കുന്ന അവസ്ഥയിലേക്ക് ഭാരതത്തെ എത്തിക്കണമെങ്കിൽ അതിനാദ്യം വേണ്ടത് ഇവിടെ നൂറ്റാണ്ടുകളായി വന്നുപോയ ഒരു ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട സമൂഹ മനസ്സിനെ മാറ്റിയെടുക്കണം. അതിന് ഭാരതീയ വിജ്ഞാനത്തെ, ആ വിജ്ഞാന പദ്ധതിക്ക് അനുസൃതമായ വിദ്യാഭ്യാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തുകയല്ലാതെ വേറെ വഴിയില്ല. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വിഭാവന ചെയ്തിട്ടുള്ളത്. ഓരോ കുട്ടിയിലും അന്തർലീനമായിരിക്കുന്ന ഗുണഭേദത്തിനനുസരിച്ച് അയാൾക്ക് താത്പര്യമുള്ള വിഷയങ്ങളെ തിരഞ്ഞെടുക്കാനും
അതിനനുസരിച്ച് പഠിച്ചുയരാനുമുള്ള സാധ്യതകളാണ് NEP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 6ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് എന്താണ് ഒരു കുട്ടിയുടെ മേഖല എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് പതുക്കെ പതുക്കെ തൊഴിലധിഷ്ഠിതമായ പഠന പദ്ധതിയിലേക്ക് നീങ്ങാം. അത്തരമൊരു തൊഴിലധിഷ്ഠിത പഠനത്തിലേക്ക് 8ാം ക്ലാസ് മുതൽ മുന്നോട്ട് പോകാം. 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ, വിഷയങ്ങളുടെ കോമ്പിനേഷൻ എടുക്കാം. എനിക്ക് മാത്തമാറ്റിക്സും ഡാൻസും മ്യൂസിക്കും ആണെങ്കിൽ അതെടുക്കാം. 3നും ഒരുപോലെ ക്രെഡിറ്റ് കിട്ടും. അല്ലാണ്ട് ആരാണ്ടോ നിശ്ചയിക്കുന്ന കരിക്കുലവും സിലബസും ഞാൻ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അഭിരുചിക്ക് അനുസരിച്ച കരിക്കുലം ഉണ്ട്, സിലബസ് ഉണ്ട്, അതെനിക്ക് എടുക്കാം, ആ കോമ്പിനേഷൻ എടുക്കാൻ കഴിയും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത മേഖലകളിലുള്ള നൈപുണ്യം അങ്ങേയറ്റം വളരും. അതുകൊണ്ട് കേരളം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ NEP നടപ്പിലാക്കില്ല എന്ന്. കാരണം മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും മാത്രം ഒരു വിഭാഗത്തെ കിട്ടണമെങ്കിൽ അവര് വിദ്യാഭ്യാസപരമായിട്ട് ഉയരരുത്. അല്ലാതെ എന്താ കാരണം? വേറെ കാരണം മനസ്സിലാവണില്ല. പക്ഷെ ഒരു സംസ്ഥാനത്തിനും, ഭാരതം എന്ന രാഷ്ട്രത്തിലെ ഒരു സംസ്ഥാനത്തിനും നാഷണൽ പോളിസിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ അത് വ്യാമോഹം മാത്രമാണ്. കാരണം ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇന്നത്തെ യൂണിവേഴ്സിറ്റികളെല്ലാം UGCയുടെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്, അഥവാ ആയിരിക്കണം. UGCയുടെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കണമെങ്കിൽ ഇന്നിന്ന ക്രമത്തിലായിരിക്കണം അവിടുത്തെ പദ്ധതി എന്നുള്ളതിനെ തെറ്റിക്കാൻ ഓരോ യൂണിവേഴ്സിറ്റിക്ക് കഴിയില്ല. ശരി, എന്നാ പിന്നെ UGCയുടെ ഗ്രാൻഡ് വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ നടത്തിക്കോളൂ എന്നുള്ള സ്ഥിതി വരും. അത് സാധ്യമല്ലല്ലോ. അപ്പോ +2 വരെ അതിനെ അനുവർത്തിക്കാതെ പെട്ടെന്നൊരു പരിവർത്തനം സാധിക്കില്ല വിദ്യാർത്ഥികൾക്ക്. ഒന്നുകിൽ വരിക, ഇവിടുന്ന് +2 കഴിഞ്ഞവർ മറ്റു സ്റ്റേറ്റ് പോകേണ്ടി വരും, അഥവാ ഒരു യോഗ്യതയില്ലാത്തവരായി തീരും. അപ്പം സർക്കാരിനെ നടപ്പിലാക്കിയേ മതിയാവും. അല്ലാതെ ഒരു സംസ്ഥാനത്തിനും രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ NEPയുടെ മുഴുവൻ വ്യവസ്ഥകളും വായിച്ച് പഠിക്കുന്നില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട പോയിന്റ്സ് എങ്കിലും ഒന്ന് ദയവ് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധനമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് പോയി ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ഇന്ത്യ, അപ്പോൾ വരും. ഒന്ന് വായിച്ച് പഠിക്കുക. എത്രമാത്രം ഉത്കൃഷ്ടമാണെന്ന് ഓർക്കുക ഒരു പദ്ധതി. മറ്റൊന്ന്, ഇവിടെ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനെ അഥവാ രാഷ്ട്രത്തിനുള്ളിലുള്ളത് മാത്രം ചിന്തിച്ചാൽ പോരാ. കാരണം ഇന്ന് ലോകം മുഴുവൻ സാമ്പത്തിക മേഖലയിലായാലും കൊള്ളാം, വൈജ്ഞാനിക വിനിമയത്തിൻ്റെ മേഖലയിലായാലും കൊള്ളാം, ഒരു ഗ്രാമം പോലെയാണ്. ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ വികാസത്തോടു കൂടി അറിവുകളുടെ കൈമാറ്റം അത്ര അനായാസേന നടക്കുന്നൊരവസ്ഥയാണ് ഇന്നുള്ളത്, നമുക്കെല്ലാം അറിയുന്നതാണ്. ഇവിടുന്ന് നമ്മൾ ആശ്രമത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പലരും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഇതാ സ്വാമി ഞങ്ങൾ കണ്ടുകൂട്ടോ, പ്രഭാഷണത്തിൽ പങ്കെടുത്തുട്ടോ എന്ന് പറയുന്നുണ്ട്. അതാണ് കാലം. ഈ ഒരു സ്ഥിതിയിൽ ഒറ്റപ്പെട്ട് മാറി നിൽക്കാൻ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല, ഒരു സംസ്ഥാനത്തിനും കഴിയില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി, വിശേഷിച്ചു പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമികളുടെ പ്രവർത്തനത്തിന് തുടർന്ന് അനുക്രമമായി ഭാരതീയ വൈജ്ഞാനിക പദ്ധതിയുടെ മഹിമയെക്കുറിച്ച്
ലോകത്തിന് നല്ലപോലെ അറിയാം. ലോകത്തിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലായാലും മറ്റ് ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലായാലും ഭാരതീയ വൈജ്ഞാനിക പഠനം ഒരു വിഭാഗമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡോളജിക്കൽ സ്റ്റഡീസ്ന്നോ അല്ലെങ്കിൽ സെന്റർ ഓഫ് ഇൻഡോളജിക്കൽ സ്റ്റഡീസ്ന്നോ എന്തെങ്കിലും ഒരു പേരിൽ മിക്ക യൂണിവേഴ്സിറ്റികളിലും ഇൻഡോളജിക്കൽ സ്റ്റഡീസും ഉണ്ട്. പക്ഷേ അവിടെ വലിയൊരു ന്യൂനതയുണ്ട്. എന്താ ന്യൂനത എന്ന് പറഞ്ഞാൽ, അവിടെ പഠിപ്പിക്കാൻ നിയുക്തരാകുന്ന പ്രൊഫസർമാർക്ക് ഒരു വസ്തു അറിയില്ല. മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വിപരീതമാണ്. ഭാരതത്തെക്കുറിച്ച് വേദത്തെക്കുറിച്ച് വിപരീതമായ അറിവാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും എന്ന് പറയുന്നില്ല. ആ കൂട്ടത്തിൽ മഹാന്മാരായ ഭാരതത്തെ അങ്ങേയറ്റം പൂജിക്കുന്ന പല മഹാന്മാരും ഉണ്ടെങ്കിലും ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളിലും ഇതാണ് സ്ഥിതി. ഇത് മറികടക്കാൻ എന്താണ് മാർഗം? വളരെ ഗൗരവമായി ചർച്ച ആരംഭിച്ചിട്ട് കുറച്ചു കാലമായി. ആ ചർച്ചയിൽ നിന്നാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഭാരതീയ ജ്ഞാന പരമ്പരയെക്കുറിച്ച് ആശയപ്രചരണങ്ങൾ നടത്തണം. ഭാരതീയ ജ്ഞാന പരമ്പര, BJP ആണല്ലോ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ ചിദാനന്ദപുരി സ്വാമിയാ പറഞ്ഞത്. ഇന്ത്യൻ നോളജ് സിസ്റ്റം, IKS എന്നുള്ള പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ഈ IKSനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ ഒരു സദസ്സിൽ വെച്ചിട്ട് നമ്മളാ പറഞ്ഞത് BJP ആക്കാം. തമാശ. ഭാരതീയ ജ്ഞാന പരമ്പര. ഭാരതീയ ജ്ഞാന പരമ്പര എന്നുള്ള പേര് ചിദാനന്ദപുരി സ്വാമി അല്ല നിർദ്ദേശിച്ചു കേട്ടോ. അങ്ങനെ അവകാശവാദമൊന്നും ഉന്നയിക്കുന്ന ഒരു എട്ടുകാലി മമ്മൂഞ്ഞാവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വേറെ ആരൊക്കെയോ വിചാരിച്ചോട്ടെ. മറിച്ച് ഭാരതീയ ജ്ഞാന പരമ്പര എന്നുള്ളത് പറഞ്ഞിട്ട് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് IKS എന്നാണ് കുറേ പേര് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ സദസ്സിൽ അതൊന്ന് കുറേ കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഭാരതീയ ജ്ഞാന പരമ്പര എങ്ങനെ IKS ആവുന്നത്? അത് BJP അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചിട്ട് പിന്നെ എല്ലാവരും പ്രസംഗങ്ങളിൽ അതാ പറഞ്ഞ് ഒരു കോൺഫറൻസിൽ വെച്ചിട്ട്. ഇരിക്കട്ടെ, അത് വേറെ വിഷയം. അപ്പോൾ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെക്കുറിച്ച് ഇപ്പോൾ എല്ലാ IITകളിലും ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ IIMകളിലും ആരംഭിച്ചു കഴിഞ്ഞു. മിക്കവാറും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടില്ല. ഈ വർഷത്തോടു കൂടി എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും IKS ഒരു മുഖ്യ വിഷയമായിരിക്കും, ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. കഴിഞ്ഞ മാസം ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന വലിയൊരു കോൺഫറൻസിൽ വെച്ച് ഐകകണ്ഠ്യേന സെൻട്രൽ ഗവൺമെന്റ് മുമ്പിൽ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ഒരു IKS യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം എന്നുള്ളത്. ഭാരതീയ ജ്ഞാന പരമ്പരയുടെ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം എന്നൊരു ആവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പ്രാവർത്തികമാകും എന്ന് സങ്കല്പിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും UGCയുടെ ഗ്രാന്റ് വേണമെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും IKS ഉണ്ടായിരിക്കണം എന്ന് വരും. 2 കൊല്ലത്തിനുള്ളിൽ നടപ്പിലാവും. അങ്ങനെ വരുമ്പോൾ ലോകത്തിന്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ റിസോഴ്സ് പേഴ്സൺസ് ശരിയായ അറിവോട് കൂടിയവരായി തീരും. ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു 5 കൊല്ലം കൊണ്ടോ നേടിയെടുക്കാവുന്നതല്ല. എന്നാൽ ഒരു 10 കൊല്ലം കൊണ്ട് എന്തായാലും നേടിയെടുക്കാൻ സാധിക്കും. അത് ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നടക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാവേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇതേതെങ്കിലും ഗവൺമെന്റ് ചെയ്യേണ്ടതല്ല, ഇതേതെങ്കിലും യൂണിവേഴ്സിറ്റി ചെയ്യേണ്ടതല്ല. ഗവൺമെന്റും യൂണിവേഴ്സിറ്റിയും ഒക്കെ ചെയ്യാൻ നിർബന്ധമാവുന്നത് സമൂഹത്തിന്റെ ഇച്ഛാശക്തി അതിനനുസരിച്ച് വളരുമ്പോഴാണ്, സമൂഹത്തിൽ നിന്ന് ആവശ്യകത ഉണ്ടാകുമ്പോഴാണ്. സമൂഹത്തിൽ നിന്ന് ആവശ്യകത ഉണ്ടായാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ ഒരു സർക്കാരിനും സാധ്യമല്ല. ഏത് സർക്കാരിനായാലും അത് മാനിച്ചേ മതിയാവും. അതുകൊണ്ട് സമാജത്തിന്റെ ഇച്ഛാശക്തി ഈ ദിശയിൽ ഉണ്ടാവുക. അതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭാരതീയ ജ്ഞാനമഹിമ നമ്മൾ ഉൾക്കൊള്ളണം.
ഒന്ന്. രണ്ട്, നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലേ കൊടുക്കണം. കഥകളായിട്ട് മതി, പാട്ടുകളായിട്ട് മതി, ചില ദൃഷ്ടാന്തങ്ങളായിട്ട് മതി. എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്, എല്ലാവർക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം മതി. ഒരു ചെറിയൊരു ഒരു ചിന്തയിലേക്കൊന്നും ഇട്ടുകൊടുത്താൽ മതി മക്കൾക്ക്. കാരണം നമ്മുടെയൊക്കെ മക്കള് നമ്മളെക്കാൾ എത്രയോ ബുദ്ധിശാലികളാ. പുതിയ കുട്ടികൾ എന്തൊരു ബുദ്ധിശാലികളാ, നല്ല മക്കളാ പുതിയ മക്കള്, ഒരു സംശയമില്ല. അവരുടെ ബുദ്ധിയിലേക്ക് ഒരു ചെറിയൊരു ഒരു ബീജം ഇട്ട് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, കാരണം അവര് ദീർഘകാലമായി വിപരീതമായ അറിവ് മാത്രം കേട്ട് 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 അതാണ് ശരിയെന്ന് ധരിച്ചിരിക്കുകയാണ്. അവർ കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമില്ല, കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമില്ല. ചെറിയൊരു വ്യതിയാനം വരുത്തിയാൽ മതി, വലിയ വ്യതിയാനമൊന്നും വരുത്തണ്ട. പിന്നെ അവരന്വേഷിച്ചോളും, അവർ കണ്ടെത്തിക്കോളും. നിങ്ങളായിട്ട് ഒരനുഭവം പങ്കുവയ്ക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ വലിയൊരു കാര്യക്രമത്തിൻ്റെ ആ വിഷയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയ സന്ദർഭത്തിലാണ്. വലിയൊരു കാര്യക്രമമാണ് അത്. കുട്ടികൾക്കുള്ള, യുവാക്കൾക്കുള്ള, യുവജനങ്ങൾക്കുള്ള കാര്യക്രമമല്ല മൊത്തം. പക്ഷെ ആ മൊത്തം കാര്യക്രമം നടക്കുന്നത് വളരെ വിപുലമായിട്ടാണ്. അതിന് പങ്കെടുക്കാൻ വേണ്ടി 100-300 കുടുംബങ്ങൾ വന്ന് ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ കുട്ടികൾ, യുവജനങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് യുവജനങ്ങളോട് സംസാരിക്കാനുള്ളൊരു സന്ദർഭം ആയിരുന്നു. അപ്പോൾ അവിടെ എല്ലാം അത് ഓർഗനൈസ് ചെയ്യുന്നത് എല്ലാം യുവജനങ്ങൾ തന്നെയാണ്. ഒരു 19-20 വയസ്സിന് ചുവടെയുള്ളൊരു പെൺകുട്ടി ചിദാനന്ദ ഗുരുസ്വാമിയെ സ്വാഗതം ചെയ്തു. ആ യോഗത്തിൽ സ്വാമി സംസാരിക്കണം. മുമ്പിൽ നോക്കുമ്പോൾ 10-20 കുട്ടികളുണ്ട്. കുട്ടികളെന്ന് പറഞ്ഞാൽ യുവജനങ്ങളുണ്ട്. അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ചിലരിങ്ങനെ മൊബൈൽ എടുത്തിട്ട് 2 കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിരിക്കുന്നുണ്ട്. ഒരാൾ പോലും മുഖത്തേക്ക് നോക്കിയിരിക്കണില്ല. ആരോടാ ഭഗവാനെ സംസാരിക്കുക? ഈ സ്വാഗതം ചെയ്ത കുട്ടിയിരിക്കാൻ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാ തുടങ്ങാം എന്ന് വിചാരിച്ചു. നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഉപദേശങ്ങൾ കേട്ട് മടുത്തവരാണെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്നതല്ല. നിങ്ങളൊക്കെ വളരെ വലിയ വിവരമുള്ളവരാണ്. എന്നേക്കാൾ എത്രയോ ഇരട്ടി അറിവ് നിങ്ങൾക്കുണ്ട്. എന്നാൽ ചില വിഷയങ്ങളിൽ നിങ്ങളെക്കാൾ അറിവ് എനിക്കും ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യം ഒരു എക്സ്ചേഞ്ചാണ്. ഞാൻ നിങ്ങളെ ഉപദേശിക്കേണ്ട, നിങ്ങൾ എന്നെ ഉപദേശിക്കരുത്. പക്ഷേ നമുക്കൊരു എക്സ്ചേഞ്ച് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം. ഇവിടെ സ്വാഗതം ചെയ്ത ആൾ ചെറിയൊരു പരിചയപ്പെടുത്തൽ ചെയ്തിട്ടുണ്ട്. അത് ഏതോ സ്ഥലത്തുനിന്ന് ഇൻ്റർനെറ്റിൽ നോക്കി കിട്ടിയ സാധനം വായിച്ചതാ. അത് പഴയതാണ്. അതൊരു 2005 പരിചയപ്പെടുത്താൻ അത് മതി. ഇപ്പം അത് പോരാന്നും പറഞ്ഞിട്ട് പുതിയ ചിലതൊക്കെ പറഞ്ഞ് കുറച്ച് കേമത്തൊക്കെ ആണ്ട് പറഞ്ഞു. കുറച്ച് മോശക്കാരനല്ലല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു അഭിമാനമെന്നറിയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ പറഞ്ഞു. ഇനി നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുക. നമുക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. ഉടനെ ഒരു കുട്ടി എഴുന്നേറ്റിട്ട്, മനസ്സിലാക്കണം എന്നുള്ളതാണോ കൂടുതൽ, അല്ല മറ്റെന്തോ ആണോ എന്ന് സംശയം, നിങ്ങൾ ഹിന്ദുയിസത്തെക്കുറിച്ച് വളരെ ബോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞു. ഹിന്ദുവിസത്തെ കുറിച്ച് ഞാൻ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ മാത്രമേ പരിചയപ്പെട്ടു. ആയിരിക്കട്ടെ, എന്താ വിഷയം?
ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചോദ്യം 1. രണ്ടാമത്, നിങ്ങൾ സ്ത്രീകളെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇനി പറഞ്ഞത് പാതി അപരാധമാണെന്നറിയാം. അപരാധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം യുവജനങ്ങളോട് സംവദിക്കുമ്പോൾ അവരിൽ ഒരിടം നേടാൻ വേണ്ടി ചിലതൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, ലോകത്തിൽ ഏതെങ്കിലും ഒരു റിലീജിയസ് സിസ്റ്റം, ലോകത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, ലോകത്തിൽ ഏതെങ്കിലും ഒരു ഇക്കണോമിക് സിസ്റ്റം അർദ്ധനാരീശ്വരനെ പൂജിക്കണത് കാണിച്ചു തരാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. നാളെ ചിദാനന്ദ ഗുരുസ്വാമി ശിവനെ ട്രാൻസ്ജെൻഡറാന്ന് പറഞ്ഞു എന്ന്, അല്ലെങ്കിൽ ബൈസെക്ഷലാന്ന് പറഞ്ഞു എന്ന് ആരും ആരോപണം ഉന്നയിക്കേണ്ട. ഉന്നയിച്ചോട്ട് വിരോധവും ഇല്ല. പകുതി പുരുഷനും പകുതി സ്ത്രീയും ആയിട്ടുള്ള രൂപ അത് സ്വയം അംഗീകരിച്ചിരിക്കുക ഭഗവാൻ. പിന്നെ എനിക്ക് സീതാരാമന്മാരെ അറിയാം, രാമസീതമാരെ അറിയില്ല. എനിക്ക് പാർവതി പരമേശ്വരന്മാരെ അറിയാം, എനിക്ക് പരമേശ്വര പാർവതിമാരെ അറിയില്ല. എനിക്ക് ലക്ഷ്മി നരസിംഹത്തെ അറിയാം, നരസിംഹലക്ഷ്മിയെ അറിയില്ല. ഇങ്ങനെ വായി തോന്നിയ കുറേ ആണ്ട് പറഞ്ഞു. എല്ലാത്തിലും സ്ത്രീക്കാണ് പ്രഥമ സ്ഥാനം, പുരുഷന് 2ാം സ്ഥാനം. ഈ സമയത്ത് ഇവരിങ്ങനെ ഈ ഫോൺ വെച്ചിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരെ തലേ കയറുന്നില്ലേ ഭഗവാനെ എന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല സത്യം. ഈ സമയമാകുമ്പോഴത്തേക്ക് വാതിലുകൾ വഴി കുട്ടികൾ വരികയായി. ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഹാള് നിറഞ്ഞു. പിന്നെ കാണുന്നത് ആ ഹാളിന്റെ ചുമരങ്ങനെ നീങ്ങുകയാണ്. നീങ്ങിപ്പോയത് വലിയ ഹാളായി മാറി, കുറച്ചും കൂടി വലിയ ഹാളായി മാറി. താനെ ഓട്ടോമാറ്റിക് സിസ്റ്റങ്ങളാ. ചുരുക്കി പറഞ്ഞാൽ 300 യുവജനങ്ങളും ഈ പറയുന്ന ആളുമായിട്ട് ഒരു 3 മണിക്കൂറിലധികം സംസാരിച്ചു. ഇതല്ല അതിൻ്റെ ഫലം, പരിണാമം. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ നമ്മളൊരു സെപ്റ്റംബർ മാസത്തിൽ ഒരു ഉപനിഷത്ത് യജ്ഞത്തിന് ഇതേ അമേരിക്കയിൽ പോയ സമയത്ത് എനിക്ക് അത്ഭുതമായി. 3 ചെറുപ്പക്കാർ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ്. അവർ വന്നു, അത്ഭുതമായി. അവർ പറഞ്ഞു, സ്വാമിയുടെ 2 കൊല്ലം മുമ്പ് ഹ്യൂസ്റ്റണിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ഞങ്ങളെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരണത്. അപ്പൊ അവർ തമ്മിൽ ആ കമ്മ്യൂണിക്കേഷൻ ആലോചിച്ച് നോക്കൂ. അതാണ് പറഞ്ഞത്. അവർക്ക് വലിയ വേദാന്തമൊന്നും പഠിപ്പിക്കണ്ട. പക്ഷേ നൂറ്റാണ്ടുകളായി ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട മാനസിക ഭാവത്തിന് ചെറിയൊരു വ്യതിയാനം വരുത്താനുള്ള ഒരു ചിന്ത ഇട്ട് കൊടുത്താൽ മതി, അത് പ്രവർത്തിക്കും. കുറെ വിശ്വാസങ്ങളും മാമൂലുകളും അവരോട് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അവരുടെ യുക്തിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന, ഒന്ന് മാറി ചിന്തിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്നാണ്ട് ഇട്ടു കൊടുക്കണം. നമ്മളെ മക്കള്, യുവജനങ്ങള് ഇന്ന് മിടുക്കന്മാരും മിടുക്കികളുമാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ മതി. ശ്രദ്ധിക്കുക. ഇതൊന്നും കഥ പറയല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഭാരതീയ ജ്ഞാന പരമ്പരയുടെ മഹത്വത്തെ നമ്മൾ ബോധിപ്പിച്ചാൽ മതി. മരണശേഷം ഒരു വ്യക്തി പുനർജനിക്കുന്നത് എപ്പോൾ അറിയില്ല. ഈ എപ്പോൾ എന്ന് ചോദിച്ചാൽ അതൊരു സമയബദ്ധമായിട്ടുള്ളതാണല്ലോ. നമ്മൾ സമയത്തെ അളക്കാൻ ക്ലോക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ഒരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ജാഗ്രതത്തിലെ ക്ലോക്കും സ്വപ്നത്തിലെ ക്ലോക്കും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? എന്താ അഭിപ്രായം? ഇല്ല, ഇല്ലേ ഇല്ല. ചിലപ്പോ നമ്മൾ വളരെ രോഗഗ്രസ്തമായ അവസ്ഥയിലൊക്കെ, അങ്ങേയറ്റം ക്ഷീണിതമായ അവസ്ഥയിൽ ചിലപ്പോ 5-10 മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് പോയി എന്നുള്ളൊരു തോന്നലേ നമുക്കുണ്ടാവുള്ളൂ. തിരിച്ചു സംഭവിക്കാറുണ്ട്. രോഗഗ്രസ്തമായിട്ടല്ലാതെ
ദേഹം അങ്ങേയറ്റം ക്ഷീണിച്ചിരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ ഒരു സെക്കൻഡ് ഉറങ്ങിയാൽ മതിയാവും, നല്ലോണം ഉറങ്ങിയില്ലോ എന്ന് തോന്നും. അത് നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറ്റണതാ. ഈ പ്രഭാഷണത്തിന്റെ മധ്യത്തിലൊക്കെ ഒരു ഉറക്കമുറങ്ങും, നല്ലോണം ഉറങ്ങി സുഖമായി, ഒന്ന് തൂക്കിയിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പോഴത്തേക്ക് ഫ്രഷായി. അപ്പൊ ആരോട് ചോദിക്കും വല്ല അബദ്ധവും പറഞ്ഞോ? ഇല്ല സ്വാമി, ഒരു അബദ്ധവും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഈ അനുഭവം ഉണ്ടാവുന്നത്? അതാണ് പറഞ്ഞത്, ജാഗ്രതത്തിലെ ക്ലോക്കും സ്വപ്നത്തിലെ ക്ലോക്കും വിഭിന്നമാണ്. ജാഗ്രത്തിൽ തന്നെ സുഖസമൃദ്ധി ഉള്ളപ്പോഴുള്ള ക്ലോക്കും ദുഃഖ ദുരിതങ്ങളുടെ സമയത്തും ക്ലോക്ക് വ്യത്യസ്ത ഇല്ലേ? ഇല്ല. ഇപ്പൊ ചിലർ പറയാറുണ്ട്, എന്ത് വേഗാ സ്വാമി കാലം പോണത്, 2024 ഇപ്പൊ ഇന്നലെ ആയ പോലെയാ തോന്നണത്, ഇപ്പൊ 2025 ഇപ്പൊ ജനുവരി പകുതിയായി. എന്തു വേഗത്തില, പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ പതുക്കെയാ കാലം പോയിരുന്നത് അല്ലേ? അതെ, അന്നൊക്കെ പതുക്കെയാ. ഇന്ന് ആണോ 60 സെക്കൻഡ് 1 മിനിറ്റ്, 60 മിനിറ്റ് 1 മണിക്കൂർ, 24 മണിക്കൂർ ഒരു ദിവസം, അന്നും ഇന്നും ഒരുപോലെ തന്നെയാ. പിന്നെന്താ വ്യത്യാസം? അത്രയ്ക്ക് ദാരിദ്ര്യം ഇന്നില്ല, അത്രയ്ക്ക് കഷ്ടപ്പാടുകൾ ഇന്നില്ല. അപ്പൊ വേഗം പോവാൻ തോന്നുക. എന്നാ നമ്മൾ രോഗഗ്രസ്തരായി കിടപ്പിലാണ്, വേണ്ടതുപോലെ ആരും ശുശ്രൂഷിക്കാനോ അരികത്ത് ഒരു സാമീപ്യം നൽകാനോ ഇല്ല എന്ന് വിചാരിച്ചോളൂ, നമുക്ക് സമയം പോയി കിട്ടില്ല. അയ്യോ എന്തൊരു ദൈർഘ്യമാ കാലത്തിന് എന്ന് തോന്നും. അപ്പൊ പറഞ്ഞത്, ജാഗ്രത്തിൽ തന്നെ ക്ലോക്കിന് വ്യത്യാസമുണ്ട്, ജാഗ്രത്തിലും സ്വപ്നത്തിലും ക്ലോക്കിന് വ്യത്യാസമുണ്ട്. ഈ മരണശേഷമുള്ള ക്ലോക്ക് ഏതാന്ന് ആര് കണ്ടു? അതുകൊണ്ട് നമ്മൾ കാലം ചോദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇപ്പൊ ഒരാള്, ഞാൻ പോയിട്ടില്ലേ, ഒരു പുരാണത്തിന്റെ ഭാഷ പറയുക, പുരാണത്തിന്റെ ഭാഷ പറയുക. ഒരാള് ദേവലോകത്ത് പോയി എന്നാട്ട് വിചാരിച്ചോളൂ. ഈ സ്വർഗത്തെ പറ്റിയൊക്കെ ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ തോന്നും അവൻ പോയി വന്നിരിക്കുക അങ്ങോട്ടൊന്ന്. അങ്ങനെ ചമൽക്കാരപൂർണ്ണല്ലേ പറയുക, അവിടുത്തെ മദ്യവും അതും ഇതും ഒക്കെ പറയണ കേട്ടാൽ അനുഭവിച്ചു കൊണ്ട് വരിക എന്ന് വിചാരിക്കും. അതുപോലെ ഒന്നും പറയണില്ല, ഞാൻ പോയിട്ടുമില്ല, എനിക്ക് അറിയേയില്ല, പോവുകയും വേണ്ട, ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയാലും ഞാനില്ല എന്നേ പറയുള്ളൂ. എന്നാലും അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കും ഒരാൾ ദേവലോകത്ത് പോയിട്ട് 1 കൊല്ലം താമസിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചോളൂ, 1 കൊല്ലം. അപ്പൊ ഒരാൾ തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. ഭൂമിയിൽ 360 കൊല്ലമായിട്ടുണ്ടാവും. അയാൾക്ക് 1 വയസ്സേ കൂടിയിട്ടുണ്ടാവുള്ളൂ. ഇവിടെ 6 തലമുറ കടന്നു പോയിട്ടുണ്ടാവും. ആരെങ്കിലും മനസ്സിലാകുമോ? എന്തെങ്കിലും പിടി കിട്ടുമോ? ഇത് ആപേക്ഷികമാണ്. വ്യാഴത്ത് പോയിട്ട് 1 കൊല്ലം താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് 12 കൊല്ലം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. 12 കൊല്ലം. അതൊക്കെ ഭാവിയിൽ സംഭവിക്കും. ഇപ്പോൾ വ്യാഴത്തിൽ ആരും പോയി താമസിച്ചിട്ടൊന്നുമില്ല, എന്നാലും സ്പേസ് സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ താമസിക്കുന്നുണ്ടല്ലോ. ചൊവ്വയിലൊക്കെ താമസിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ആര് കണ്ടു? മംഗൾയാന സമയത്തൊക്കെ ധാരാളം ഫോട്ടോ ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ചൊവ്വയിൽ ആളെത്തി, അവിടെ LP സ്കൂളുണ്ട്, ഫോട്ടോ, മറ്റേ വായനശാലയുടെ ഫോട്ടോ ഒക്കെ, അത് കണ്ണൂർ ചൊവ്വയിലുള്ളതാണ് ഫോട്ടോ, അത്രയേ ഉള്ളൂ. അതൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ആര് കണ്ടു? ഇപ്പം നാളത്തേക്ക് അത് ആർക്കും പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റില്ല. എന്നാലും വ്യാഴത്ത് പോയി തിരിച്ചു വന്നാൽ 1 കൊല്ലം കഴിഞ്ഞ് വന്നാൽ 12 കൊല്ലാവും, ഉറപ്പാ. ഇതിനെ ആരും അശാസ്ത്രീയ എന്ന് പറയില്ല. ദേവലോകം 360 കൊല്ലാവും എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയ എന്ന് പറയാൻ 1000 ആളുണ്ടാവും. ഇതെന്തായാലും പറയില്ല. അപ്പൊ ആപേക്ഷികമാണ് സമയം. അതുകൊണ്ട് മരണാനന്തരം ഒരാൾ പുനർജനിക്കുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. അപ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം, ബലിയിടൽ കർമ്മം എത്ര കാലം വരെ വേണം? നമ്മൾ ജീവിക്കണ വരെ വേണം. കാരണം ഞാൻ ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല. എനിക്കൊരമ്മയുണ്ട്, ഒരച്ഛനുണ്ട്, അവരോട് എനിക്ക് വിധേയത്വമുണ്ട്. അവരാണ് എൻ്റെ ഈ ലോകജീവിതത്തിന് കാരണക്കാരായ, എനിക്ക് അനുഗ്രഹത്തിൽ പ്രഥമമായത് നൽകിയവർ. എൻ്റെ പ്രഥമ ദൈവം അവരാണ്. അവർ കഴിഞ്ഞേ വേറെ ആരുള്ളൂ. അതുകൊണ്ട് അവരെ ദിവസവും ഞാൻ സങ്കല്പിക്കണം, ദിവസവും ഞാൻ ആദരിക്കണം. പോരാ, അവർക്ക് ഉദ്ഗതിക്കായിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം.
അവർക്ക് സദ്ഗതി ലഭിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവൻ പ്രവർത്തിക്കണം. ഈ ഒരു കാഴ്ചപ്പാടുള്ള ആള് ഒരു ബാധ്യത പോലെ എന്നിത് നിർത്താം എന്നല്ല ചിന്തിക്കുക, മറിച്ച് തനിക്ക് സാധ്യതയുള്ള കാലത്തോളം ശ്രാദ്ധമർപ്പിക്കണം എന്നാണ് സങ്കല്പിക്കുക. അതുകൊണ്ട് എത്ര കാലം വരെ? തന്റെ മരണം വരെ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ വേറെ കണക്കുണ്ട്. താൻ തനിക്ക് ബലിയിടുന്ന വരെ, ആത്മപിണ്ഡം ചെയ്യുന്നത് വരെ. താൻ തനിക്ക് പിണ്ഡദാനം ചെയ്താൽ പിന്നെ വേറെ ആർക്കും ചെയ്യേണ്ടതില്ല. ഞങ്ങളൊക്കെ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് ആത്മപിണ്ഡം ചെയ്തിട്ടാണ് ദീക്ഷ സ്വീകരിക്കുക. അതിന് വിശദമായ ക്രിയകളുണ്ട്, വിശദങ്ങളായ കർമ്മങ്ങളുണ്ട്. അതിൻ്റെ ഒടുവിൽ സന്യാസ ദീക്ഷാവിധാനത്തിൻ്റെ വിരജാഹോമം ചെയ്യുന്നതിന് മുമ്പായിട്ട്, വിരജാഹോമത്തിൻ്റെ മുമ്പായിട്ട് ലൗകിക കർത്തവ്യ നിർവഹണത്തിൻ്റെ പൂർണ്ണതയുടെ സന്ദർഭത്തിൽ അവസാനം ആത്മപിണ്ഡം ചെയ്യും. അമ്മയ്ക്ക്, അച്ഛന്, അച്ഛൻ്റെ അമ്മയ്ക്ക്, അച്ഛൻ്റെ അച്ഛന്, അമ്മയുടെ അമ്മയ്ക്ക്, അമ്മയുടെ അച്ഛന്, സമാനന്മാരായി മാനിക്കപ്പെടേണ്ട എല്ലാവർക്കും. ഏഴാമത് സമാനന്മാരെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഏട്ടൻ, അച്ഛൻ്റെ അനിയൻ, അമ്മയുടെ ചേച്ചി, അമ്മയുടെ അനിയത്തി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് എട്ടാമതായിട്ട് തനിക്ക് പിണ്ടടും. അങ്ങനെ ആത്മപിണ്ഡം ചെയ്തവര് പിന്നെ പിണ്ടദാനം ചെയ്യേണ്ടതില്ല. ഇനി സന്യാസത്തോടനുബന്ധിച്ച് മാത്രമല്ല ആത്മപിണ്ഡം, അല്ലാതെയും വിധിയുണ്ട്. ഇപ്പൊ തനിക്ക് വേറെ ആരും ചെയ്യാനില്ല, അഥവാ ചെയ്യേണ്ടതില്ല, രണ്ട് രീതിയിൽ വരാലോ. ഒന്ന്, തനിക്കാരും ചെയ്യാനില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ല, രണ്ടും വരാം. അങ്ങനെയുള്ളവർക്ക് ആത്മപിണ്ഡം ചെയ്യാനുള്ള അവസ്ഥയുണ്ട്. പൊതുവെ അതിനുള്ള വിധാനം ഇന്ന് ബ്രഹ്മകപാലത്തിലാണ് പതിവ്. ബ്രഹ്മകപാലം എന്ന് പറഞ്ഞാൽ ബദരീനാഥത്തിലാണ്. ബദരീനാഥത്തിൽ ബദരി വിശാലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഗംഗാജിയിൽ ഈ ആത്മപിണ്ഡം ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും അവിടെ പോയി ചെയ്യേണ്ട കേട്ടോ, ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇതാ ഇന്നലെ നമ്മളൊരു പ്രശ്നം മാറ്റി വെച്ചിരുന്നു, അത് മറന്നു. അത് ഓർമ്മ വന്നത് ഇപ്പോൾ ഇത് വായിച്ചപ്പോഴാണ്. ക്ഷേത്രത്തിലെ ഷർട്ട് ധരിക്കാതിരിക്കുന്നതിലെ തത്വം എന്ത്? ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കാതിരുന്നാൽ നല്ലതാണ്. ഒരാൾ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കാതിരിക്കുകയാണോ? നല്ലതാണെന്ന് നമ്മളെ അഭിപ്രായം. അപ്പോഴെങ്കിലും ഒരു ശുദ്ധവായുവും ഒരു സൂര്യപ്രകാശമൊക്കെ ഒന്ന് തട്ടട്ടെ ദേഹത്തിൽ, അപ്പോഴെങ്കിലും. അല്ലെങ്കിൽ എപ്പോഴും പൊതിഞ്ഞ് നടക്കുകയല്ലേ, അപ്പോഴെങ്കിലും ഒന്ന് തട്ടട്ടെ. എന്നാൽ ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇത് വളരെ തെറ്റിദ്ധാരണയ്ക്ക് വിഷയമായൊരു ഒരു പരാമർശമായി തീർന്നിട്ടുണ്ട്. കാരണം ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, എന്താ പറയണതെന്ന് ശ്രദ്ധിച്ചു പോലും കേൾക്കാതെയാണ് അഭിപ്രായം പ്രകടിപ്പിക്കുക. എന്താ എഴുതിയതെന്ന് മുഴുവൻ വായിക്കുന്നതിന് മുമ്പ് ഉടനെ അഭിപ്രായ പ്രകടനം കഴിയും. അതൊരു രോഗമായി ഇന്ന് മാറിയിരിക്കുക. ആ രോഗത്തിൻ്റെ ഫലമാണ് ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ളവർ, സന്യാസിമാര് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഷർട്ട് ധരിച്ചു പോകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പലരും പറയുന്നത്. ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒട്ട് പറയുകയില്ല. എന്നാൽ പറഞ്ഞിട്ടുണ്ട്, നിരന്തരം പറഞ്ഞിട്ടുണ്ട്, പറയുകയും ചെയ്യും. ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുത്. ഷർട്ട് ഇട്ട് പോകാവുന്നവർക്ക് ഷർട്ട് ഇട്ട് പോകാം, ഷർട്ട് അഴിച്ചു പോകേണ്ടവർക്ക് ഷർട്ട് അഴിച്ചു പോകാം. ഇത് അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് ഇത് നിരന്തരം പറയാറുണ്ട്. എന്താണ് അതിൻ്റെ കാര്യകാരണങ്ങൾ? ഇതിന് താത്വികമായ ഒരു അവലോകനമൊന്നും ആവശ്യമില്ല. വസ്തുനിഷ്ഠമായി സത്യസന്ധമായി ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ മുത്തശ്ശൻ്റെ അച്ഛന് എന്താ ഷർട്ട് എന്നറിയായിരുന്നോ?
പോട്ടെ, മുത്തശ്ശന്റെ അച്ഛൻ അറിയിച്ചാ ശരി, മുത്തശ്ശന്റെ മുത്തശ്ശൻ അറിയായിരുന്നോ? അറിയില്ല എന്ന് ഉറപ്പാണ്. അവർക്ക് അറിയേയില്ല. ബ്ലൗസ് എന്താ, ചുരിദാർ എന്താ, അതിന്റെ ടോപ്പ് എന്താന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിക്ക് അറിയായിരുന്നോ? അറിയില്ലായിരുന്നു. അന്ന് സ്ത്രീ ആയാലും പുരുഷനായാലും അരയ്ക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുമായിരുന്നു, മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. ഇതൊരു വസ്തുതയാണ്. ക്രമേണ കാലഗതിയുടെ പരിവർത്തനമനുസരിച്ച് മേൽവസ്ത്രം ആരംഭിച്ചു. ആദ്യം നേരിയത് പുതയ്ക്കാൻ തുടങ്ങി. പിന്നെ 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 പതുക്കെ ഷർട്ട് തുടങ്ങിയത് വന്നു. ബ്ലൗസിന് മുന്നോടിയായിട്ട് മുലക്കച്ചയാണ് വന്നത്. പിന്നീടാണ് ബ്ലൗസ് വന്നത്. ഓർമ്മിക്കല്ലേ എന്നുള്ളത് ഇതുണ്ടായിരുന്നില്ല, പിന്നെ വന്നു. അങ്ങനെ നമ്മുടെയൊക്കെ ഒരു മുത്തശ്ശനായപ്പോഴത്തേക്ക് അവർ വല്ല കോടതി പോകുമ്പോഴോ, അതാണുള്ളൊരു പ്രധാനമായിട്ട് പോകാനുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ദൂരെ എങ്ങോട്ടെങ്കിലുമൊക്കെ വല്ല എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനൊക്കെ പോകാന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഷർട്ട് എടുത്തിടുക. ആകെ ഒരു ഷർട്ടേ ഉണ്ടാവുള്ളൂ. തിരിച്ച് വീട്ടിലെത്തേണ്ട ഗ്രാമത്തിലെത്തിയാൽ തന്നെ ആദ്യം ചെയ്യണ പരിപാടി അത് അഴിച്ചിട്ട് ഒരു ആണിയുമ്പ തൂക്കുകയാവും. ഒന്ന് ഓർത്ത് നോക്കൂ, പലർക്കും ഇത് ഓർമ്മ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു അച്ഛനൊക്കെ ആയപ്പോഴത്തേക്ക് എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഒക്കെ ഷർട്ട് ഇടാൻ തുടങ്ങി. പക്ഷെ അവരും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അപ്പം അഴിച്ചു വെക്കുകയായിരുന്നു, വീട്ടിലിടുന്ന പരിപാടിയില്ല. നമ്മുടെയൊക്കെ അച്ഛനായപ്പോഴത്തേക്ക് സാമാന്യേന ഷർട്ട് എപ്പോഴും ധരിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ ആവുമ്പോഴത്തേക്ക് ഇടയ്ക്ക് മാത്രം അഴിക്കണ ഒരു വസ്തുവായി മാറി ഷർട്ട്. ഇപ്പോഴത്തെ കുട്ടികൾ അമ്മയുടെ വയറ്റിൽ ജനിച്ചു വരുമ്പോൾ ഷർട്ടും ഉണ്ടാവും, കയ്യിൽ സ്മാർട്ട് ഫോണും ഉണ്ടാവും. ആ വയറ്റിൽ പുറത്തേക്ക് വരുമ്പോൾ അതെ, സംശയമില്ല, ഉണ്ടാവും. ഇപ്പൊ കാലത്തിൽ വന്ന മാറ്റമാണത്. ഇതുപോലെ തന്നെയാണ് സ്ത്രീകളിൽ മേൽവസ്ത്രം വന്നത്. നേരിയത് പുതയ്ക്കുന്ന രീതി, പതുക്കെ പതുക്കെ ബ്ലൗസ് വന്നു, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ എന്നല്ല, സാമൂഹികമായി എല്ലാ സ്ഥലങ്ങളിലും അംഗീകരിക്കപ്പെട്ടു. ക്ഷേത്രങ്ങളിൽ അതിൻ്റെ പ്രവർത്തകര് കേരളത്തിൽ, അടിവരയിട്ട് പറയുന്നു കേരളത്തിൽ, മറ്റെല്ലാ സ്ഥലത്തും അംഗീകരിച്ചു ഷർട്ട്. കേരളത്തിൽ അംഗീകരിച്ചില്ല. ഇപ്പോഴും അതേ രീതി നിർബന്ധമായി തുടരണം എന്നുള്ള പക്ഷം ഭൂരിഭാഗവും നിലനിർത്തുന്നു. ഇവിടെയാണ് നമുക്ക് പറയാനുള്ളത്, കാലത്തിനനുസരിച്ച പരിവർത്തനം സ്ത്രീയിൽ അനുവദിച്ചെങ്കിൽ എന്തുകൊണ്ട് പുരുഷനിൽ അനുവദിച്ചുകൂടാ? അതിനെന്തെങ്കിലും ശാസ്ത്രീയ കാരണമുണ്ടെങ്കിൽ അത് പറയാം. തീർച്ചയായിട്ടും നമ്രശിരസ്കന്മാരായി സ്വീകരിക്കും. അപ്പൊ ഇത്രയും നേരം ഏകവചനത്തിൽ പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ നമ്രശിരസ്കന്മാരായിട്ട് സ്വീകരിക്കുന്ന ബഹുവചനം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായി നമ്മൾ കഴിഞ്ഞൊരു 30 വർഷത്തിലധികമായിട്ട് ഈ വിഷയം നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പം അത് മാത്രമല്ല, കേരളത്തിലുള്ള മൊത്തം സന്യാസ ദീക്ഷ സ്വീകരിച്ച, സാമ്പ്രദായികമായി സന്യാസ ദീക്ഷ സ്വീകരിച്ച 95% സന്യാസിമാരും ഒത്തൊരുമിച്ച് 480ഓളം സന്യാസിമാർ ഒത്തൊരുമിച്ച് ഒരു മഹാസമ്മേളനം കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ വെച്ച് നടത്തിയുണ്ടായി, മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ. അതിൽ ഹിന്ദു സമാജത്തിന്റെ ഉത്കർഷത്തിന് ഉതകുന്ന 10-60ഓളം തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുത് എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ് സന്യാസിമാരിത് പറഞ്ഞത്? ഇതിന്റെ അർത്ഥം ഷർട്ടിട്ട് പോകണമെന്നല്ല, ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുതെന്നാണ്. ഇതെന്തിനു വേണ്ടി പറഞ്ഞു എന്ന് പോലും മനസ്സിലാക്കാതെ പലരും, സ്വാമി ബ്രോ നിങ്ങളൊരു ജീൻസ് ഇട്ടിട്ട് ഷർട്ടും ഇട്ടിട്ട് പ്രസംഗിച്ചോളൂ എന്നൊക്കെ പറയാനുണ്ട്. ഒരുപാട് ഉപദേശങ്ങൾ ലഭിക്കാറുണ്ട്, വളരെ ഉപദേശങ്ങൾ ലഭിക്കാറുണ്ട്. ഇപ്പോൾ ദിവസവും ഉപദേശം ലഭിച്ചുകൊണ്ടിരിക്കുക. അത് സന്തോഷമാണല്ലോ. കാരണം ഞങ്ങളിങ്ങനെ പുറത്ത് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഞങ്ങൾക്ക് ഉപദേശം പൊതുവേ കിട്ടുന്നത് കുറവാണ്. അതിങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ? നിങ്ങൾ ആദ്യം ഒരു ഷർട്ട് ഇടൂ, എന്നിട്ട് പറയൂ എന്നൊക്കെ ധാരാളം ഉപദേശം. ഷർട്ട് ഇടില്ല എന്നൊന്നും പറയണില്ല. ഇവിടെ ഇപ്പം എന്തിനാ ഇടണത്? അതുകൊണ്ട് ഇടണില്ല. ഭാരതത്തിന് പുറത്ത് പോകുമ്പോൾ, വിശേഷിച്ച് തണുത്ത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഷർട്ടും ഇടാറുണ്ട്, ഷർട്ടിന്റെ പുറത്ത് സ്വെറ്ററും ഇടാറുണ്ട്, നല്ല തണുപ്പുള്ള സമയം അതിൻ്റെ മുകളിൽ ജാക്കറ്റും ഇടാറുണ്ട്, ഒക്കെ ഇടാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം അതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുരുനാഥൻ കൗപീനം മാത്രമേ തന്നിട്ടുള്ളൂ. ഇതൊക്കെ അധികപ്പറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇടില്ല എന്നൊന്നുമില്ല.
ഇനി ഇടണം എന്ന് പറഞ്ഞിട്ടുമില്ല, ഇടാനും ഇടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒന്നുണ്ട്, തിരക്കുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവർ ദയവ് ചെയ്ത് ഇടണം. നമ്മൾ പോണില്ല. കാരണം അവിടെ കൂടി നിൽക്കുക, അപ്പോഴത്തേക്ക് നട അടച്ചിട്ടുണ്ടാവും, അപ്പോഴത്തേക്ക് ചേർന്ന് നിൽക്കും, വിയർത്തൊലിച്ച് എവന്റെ വിയർപ്പ് മുഴുവൻ അവന്റെ ദേഹത്ത്, അവന്റെ വിയർപ്പ് മുഴുവൻ അവന്റെ ദേഹത്ത്, എന്നിട്ട് ഭഗവാന്റെ പ്രസാദം ചർമ്മരോഗം. എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം? അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു കാരണം വേണം. ഒരു കാരണമില്ല. അപ്പോഴാ ഒരു കൂട്ടർ പറയണത്, അങ്ങനെയല്ല സ്വാമി, ദേവന്റെ ചൈതന്യം നേരിട്ട് ഹൃദയത്തിലേക്ക് പോണെങ്കിൽ ഷർട്ട് ധരിക്കരുത്. ഭഗവാനെ ഇങ്ങനെ അവഹേളിക്കാൻ പാടുണ്ടോ? ഒരു കോട്ടൺ ഷീറ്റിനെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാത്തതാണോ ഇപ്പൊ ദേവചൈതന്യം? അങ്ങനെയാണെങ്കിൽ ഈ ശക്തമായ ഈ മസിൽസിനെയും ഈ അസ്ഥിക്കൂടത്തെയും ഒക്കെ എങ്ങനെയാ തുളയ്ക്കുക? ചോദ്യം 1. ചോദ്യം 2, സ്ത്രീകൾക്ക് ഇതൊന്നും വേണ്ടേ? അതിന് സ്ത്രീകൾ കഴിക്കണം എന്ന് പറയണം. പറയുന്ന അർത്ഥം വേണ്ടേ? അപ്പോഴാണ് ചിലരൊരു ശോഭം കൊണ്ടുവരുന്നത്. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തൈലാഭ്യംഗം ചെയ്ത് ഘൃതാഭ്യംഗം ചെയ്ത് പുരുഷന്മാർ കഞ്ചുകാവരണം ഇട്ട് പോവരുത്, സ്ത്രീകൾ കഞ്ചുകാവരണം അഴിച്ചു പോവരുത് എന്ന്. ഇപ്പൊ സംസ്കൃതം ചൊല്ലിയാൽ ചിലരുടെ വിചാരം ഇത് പ്രാചീനാന്നാ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം വന്ന സമയത്ത് ചിലർ കൂടി ആലോചിച്ചു. അത് വിദ്വാൻമാരോട് കൂടി ആലോചിച്ചിട്ടൊന്നുമില്ല, എല്ലാ വിദ്വാൻമാരോടും കൂടി ആലോചിച്ചിട്ടില്ല, ചില വിദ്വാൻമാരോട് കൂടി ആലോചിച്ചു, തന്ത്രിമാരോട് ആലോചിച്ചിട്ടില്ല. സർ CP രാമസ്വാമി അയ്യർ ഒരൊറ്റ തന്ത്രിയോടും ആലോചിച്ചതായിട്ട് വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. മറിച്ച് മദനമോഹൻ മാളവിയെ പോലുള്ള വലിയ വിദ്വാൻമാരോട് സംസാരിച്ച് അങ്ങനെ സംസ്കൃത വിദ്വാൻമാരെ കൊണ്ട് ശ്ലോകം എഴുതിച്ചു. ആ ശ്ലോകമാണ് ഇത്. എണ്ണ തേച്ചും നെയ്യ് തേച്ചും വസ്ത്രം മേൽവസ്ത്രം ധരിച്ചും കഞ്ചുകം ധരിച്ചും പുരുഷന്മാർ പോവരുത്, കഞ്ചുകം ധരിക്കാതെ സ്ത്രീകളും പോവരുത് എന്ന് നിയമം. അത് പ്രാചീനം സ്മൃതിയല്ല, ശ്രുതിയല്ല. പക്ഷെ സംസ്കൃതം കേട്ടാൽ ചിലരുടെ വിചാരം അത് പ്രമാണമെന്നാ. അതിപ്പോ ഏതുപോലെയാന്ന് ചോദിച്ചാൽ, ആശ്രമത്തിൽ നമ്മൾ എല്ലാ പരിപാടികൾക്കും വന്ന് അനുഗ്രഹിക്കുന്ന വലിയൊരു, നമ്മൾ അങ്ങേയറ്റം പൂജിക്കുന്ന ഒരു സന്യാസി ശ്രേഷ്ഠനുണ്ട്. അപ്പോൾ സ്വാമിജി ഒരു ദിവസം ഇങ്ങനെ കേരളത്തിൽ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തെ കുളത്തിൽ കുളിക്കുക. കുളി കഴിഞ്ഞു, ഭസ്മം അടുത്ത് നനച്ച് തൊടുക. അപ്പോൾ ഉടനെ അടുത്ത് കുളിച്ച് നിൽക്കണ 2 പേർക്കൊരു സംശയം. അല്ല സ്വാമി, ഭസ്മം രാവിലെ അല്ലേ നനച്ചു തൊടുക, വൈകുന്നേരം നനച്ചു തൊടാൻ പാടുണ്ടോ? ഓ, വൈകുന്നേരം നനച്ചു തൊടാം, ഒരു പ്രശ്നമില്ല. അപ്പൊ അവർ ചോദിച്ചു, അതിന് വല്ല പ്രമാണമുണ്ടോ? പിന്നെ പ്രമാണം ഇല്ലാതെ? പ്രമാണമുണ്ട്. സ്വാമിജി അപ്പ ചൊല്ലി. എന്താ ചൊല്ലിയത്? ഭസ്മലേപം സദാ കുര്യാത് ന കഥാപ്യുദകം വിന ആശൗചകാലേ സംപ്രാപ്തേ ധാരയേതുദകം വിന. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പുണ്ടാക്കി ചൊല്ലിയതാ, പിന്നെ കേൾക്കണത് എവിടെ കേൾക്കാനാ? പക്ഷെ സംസ്കൃതം ചൊല്ലിയപ്പോ സന്തോഷമായി. പ്രമാണമുണ്ട് കേട്ടോ, ഒരു തെറ്റുമില്ല, ഭസ്മം വൈകുന്നേരം നനച്ചു തൊടാം. എന്തിനാ ഇങ്ങനത്തെ വിട്ടിത്തരം? അല്ലെങ്കിൽ ഒരു കാരണം പറയണം, എന്തുകൊണ്ട് പാടില്ല? അല്ല സ്വാമി, ആചാരം മാറ്റാൻ പാടില്ല. ആചാരം ആര് പറഞ്ഞു മാറ്റാൻ പാടില്ല? ഒരു സമാജവും ഒരു വ്യവസ്ഥയും കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ തയ്യാറല്ലാത്ത ഒരു വ്യവസ്ഥയും നിലനിന്നിട്ടില്ല, നിലനിൽക്കുകയുമില്ല. അതിലൊരു സംശയമില്ല. അതിൽ നമുക്ക് മാറ്റാവുന്നതും മാറ്റരുതാത്തതുമുണ്ട്. ഇപ്പൊ ഒരു ദേവന്റെ ഭാവം, ആ ദേവന്റെ ഭാവത്തിനനുസൃതമായ ആചരണങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ദേവന്റെ ഭാവം മാറപ്പെടണം. അതിന് പുനഃപ്രതിഷ്ഠാ സന്ദർഭത്തിൽ ആ ദേവന്റെ ഭാവം മാറ്റിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആചാരം മാറ്റാം. മനുഷ്യന്മാരുടെ സാമൂഹിക ആചാരങ്ങൾ, അടിവരയിട്ട് പറയുകയാണ്, സാമൂഹിക ആചാരങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഈ വസ്ത്രവിധാനമൊക്കെ അത്രയേ ഉള്ളൂ. ഇവിടെ ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെ പറയുന്നുണ്ട്. ഒരാൾ പൂലിട്ടിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അഴിക്കണം എന്ന് പറയണത് എന്ന്. മഹാവിഡ്ഢിത്തം. അത് ഷർട്ട് അഴിക്കാൻ നിർബന്ധിക്കരുത് എന്നുള്ള നമ്മളെപ്പോലുള്ള പക്ഷം പറയുന്ന ചിലരാണ് പറയുക. പക്ഷെ അത് വിഡ്ഢിത്താണ്. പൂണൂലുണ്ടോ നോക്കാനല്ല ഷർട്ട് അഴിക്കാൻ പറയും. ഷർട്ട് എന്നൊരു സാധനം പണ്ട് ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രാമത്തിൽ ഒരാൾക്ക് പൂണൂലുണ്ടോ എന്ന് അറിയാൻ
പണ്ട് ആരും കിട്ടിയിരുന്നില്ല. അപ്പൊ പിന്നെ ഒരാൾ അഴിക്കേണ്ട ആവശ്യമുണ്ട്. ഇടാത്തത് എന്തിനാ അഴിക്കണത്? ഇട്ടാലല്ലേ അഴിക്കേണ്ട ആവശ്യമുള്ളൂ. ചിന്തിക്കുക. ഇത് മാറി വന്ന ഒരു ആചരണത്തെ ക്ഷേത്രപ്രവർത്തകർ സ്വീകരിക്കായികയാണ്. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. മറ്റെല്ലായിടത്തും ഷർട്ട് ഇട്ടിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പവുമായോ അവിടുത്തെ ദേവചൈതന്യവുമായോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിയമം നിലനിൽക്കണം. എങ്കിൽ ഒരിക്കലും മാറ്റരുത് എന്ന് നമ്മളും പറയും. അങ്ങനെയൊന്നില്ല. പിന്നെ എന്തിനാണ് ഇത് നിഷ്കർഷിക്കരുത് എന്ന് നിങ്ങളെപ്പോലുള്ളവർ പറയുന്നത്? നോക്കൂ, ഇന്ന് നമ്മുടെ മക്കള് ചെറുപ്പത്തിൽ ജനിച്ചപ്പോൾ തന്നെ ഈ സാധനം ഇട്ട് ശീലിച്ചവരാ. അല്ലാന്ന് ഇവിടെ ഇരിക്കുന്നവർ സത്യസന്ധമായി പറയുക. അങ്ങനെ ശീലിച്ച മക്കൾക്ക് ഒരു അഡോളസന്റ് പ്രായമൊക്കെ ആവുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഒക്കെ മുമ്പിൽ ഷർട്ട് അഴിക്കാൻ ഒരു മടിയുണ്ടാവും. അത് സാധാരണയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇന്ന് ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പോകുന്ന യുവജനങ്ങളുടെ എണ്ണം കുറവില്ല, പക്ഷെ യുവാക്കളുടെ എണ്ണം കുറവാണ്, വളരെ കുറവാണ്. അവർ പുറമേന്ന് പ്രാർത്ഥിച്ചു പോകും. നമ്മുടെ തന്നെ വളരെ അടുപ്പമുള്ള ഒരുപാട് പേര് ക്ഷേത്രത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാ. സേവനം, ക്ഷേത്രത്തിൽ എന്തെങ്കിലും ചടങ്ങുകൾ വരികയാണെങ്കിൽ എന്ത് അത്യധ്വാനം ചെയ്യാൻ തയ്യാറാ. അത്രയേർക്ക് വിശ്വാസമാണ്. പക്ഷെ അകത്തേക്ക് പോകില്ല. വല്ല വട്ടം കറങ്ങി അങ്ങ് പോയി കളയും. എടാ, നീ പോയി ക്ഷേത്രത്തിന് അകത്ത് പോയി തൊഴുതുപാടേ, പോയില്ല, ചുറ്റി കളിച്ചങ്ങ് പോകും. കാരണം അത് അഴിക്കാൻ വേണ്ടിയാണ്. അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് അതിനനുസൃതമായ രീതിയിലേക്ക് വന്നാലേ സമൂഹം അങ്ങോട്ട് പോകും. ആ സമൂഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ എന്തിനാ മാറ്റം വരുത്തണത് എന്ന് ചോദിക്കും. ആ മാറ്റം വരുത്താതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ശാസ്ത്രീയ കാരണം വേണം, അത് പറയണം. പക്ഷെ ഇത് ചോദിക്കുമ്പോൾ പിന്നെ തെറിയാണ്. എന്തൊക്കെ തെറിയാ വിളിക്കാന്ന്? അതിനിപ്പോൾ നമുക്ക് യാതൊരു കുഴപ്പമില്ല. വിളിക്കണ തെറി സ്വീകരിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. അത് നമ്മൾ സ്വീകരിക്കാത്ത കാലത്തോളം പറഞ്ഞ ആളുടെ അടുത്ത് തന്നെയല്ലേ ഇരിക്കുക, ഇല്ലേ? അത് നമുക്കതിൽ യാതൊരു വിരോധവും ഇല്ല. എന്ന് മാത്രമല്ല, എത്ര വൈകാരികമായിട്ട് ഹിന്ദു സമാജത്തിന് വേണ്ടി ദശകങ്ങളായി സമാജോത്കർഷം വിചാരിച്ച് പ്രവർത്തിച്ച സന്യാസിമാരെ അടക്കം നല്ല തെറിവാക്ക് വിളിക്കാൻ ഒരു മടിയില്ലാത്ത അവസ്ഥയായിരിക്കുക ഭക്തശിരോമണികൾക്ക്. അപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? അപ്പൊ എന്തിനു വേണ്ടി ഇവർ പറയുന്നു എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവെങ്കിലും വേണ്ടേ? അവിടെ സ്വാഭിമാന ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ വലിയൊരു വിഭാഗം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചിദാനന്ദപുരസ്വാമിയെ പോലുള്ളവർ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരായി അശ്ലീല പദപ്രയോഗങ്ങൾ വരെ ഉപയോഗിക്കുന്ന ഒരു കാലമായി ഇന്ന് മാറിയിരിക്കുകയാണ്. അതിൽ നമുക്ക് യാതൊരു വിരോധവും ഇല്ല, ഒരു വിരോധവും ഇല്ല. കാരണം ഓരോരുത്തരും അവരവരുടെ ആന്തരികമായ സംസ്കാരത്തിൽ നിന്നാണല്ലോ പദങ്ങൾ പുറത്തേക്ക് വരിക. അത്ര മാത്രമേ അതിലുള്ളൂ. പക്ഷേ നമ്മൾ ചിന്തിക്കുക എത്രമാത്രം വൈകാരികതയാൽ നമ്മുടെ വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത്. ഏതായാലും വളരെ നല്ല ഒരു ചോദ്യമാണത്. അതുകൊണ്ടാണ് അത്രയും വിസ്തൃതമായി മറുപടി പറഞ്ഞത്. തൽക്കാലം ഇന്ന് ഉപസംഹരിക്കുന്നു. നാളെ കൃത്യസമയത്തിന് തുടരാം.